ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാന് 23-ലാണ് ഡിഗ്രി പാസ് ഔട്ട് ആകുന്നത്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഇനി എന്ത് എന്നുള്ളൊരു ഓപ്ഷൻ വന്നപ്പം കുറെ കോഴ്സുകളെ പറ്റിയും എക്സാംസിനെ പറ്റിയും ഒക്കെ അന്വേഷിച്ചപ്പോഴാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനെ പറ്റി അറിഞ്ഞത്. ഡിഗ്രി പഠിക്കുന്ന ഫ്രണ്ട്സിന്റെ കൂടെ വെറുതെ ഒരിക്കലും CGL എക്സാം അപ്ലൈ ചെയ്ത് എഴുതാൻ പോയി. എഴുതിയപ്പം കൊള്ളാമെന്ന് തോന്നി, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ തോന്നി. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് 24 എക്സാമില് 24 CGL ക്രാക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോ ടാക്സ് അസിസ്റ്റന്റ് ആയിട്ട് കോഴിക്കോട് മാനാഞ്ചിറയുള്ള GST ഭവനിൽ വർക്ക് ചെയ്യാണ്. അപ്പോ മെയിൻ ആയിട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC എക്സാംസിനെ പറ്റിയിട്ട് നമ്മുടെ കേരളത്തിലുള്ള മിക്ക ആൾക്കാർക്കും ഒരു അവബോധം ഇല്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിൽ നിന്ന് ക്രാക്ക് ആവുന്ന ആൾക്കാരുടെ എണ്ണം കുറയാൻ കാരണം. കാരണം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് PSCക്ക് വേണ്ടിയിട്ടും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ SSCയെ പറ്റി മെയിൻ ആയിട്ടും ആൾക്കാർക്ക് അറിയില്ല. SSCയെ പറ്റിയുള്ള ഒരു അവബോധം ഇല്ലാത്തത് കാരണം റിസൾട്ട്സിൽ കേരളത്തിലുള്ള ആൾക്കാർ വളരെ കുറവാണ്. കഴിഞ്ഞ വർഷമൊക്കെ എന്നാലും ആൾക്കാരുണ്ട്, കൂടി വന്നിട്ടുണ്ട്. ഇപ്പം കുറച്ചുകൂടി സ്റ്റുഡൻസ് ഒക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള ഒരു SSC എക്സാം എന്ന് പറയുമ്പോൾ ഒരു ഇതുപോലെ നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് ഇത് അറിയില്ല. അപ്പോ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ അറിവില്ലായ്മ എന്നുള്ള കാരണമാണ്. അപ്പോ ഈ IQ കരിയർ പോലത്തെ എന്താ പറയാ എഡ്യൂക്കേഷണൽ പരമായിട്ടും ഉള്ള ഇത്തരം എന്താ പറയാ സ്ഥാപനമല്ല ഇത്തരം സംഭവങ്ങള് SSC എക്സാംസിനെ പറ്റി മറ്റുള്ള ഇതിനെ പറ്റിയും അവബോധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് എന്താ പറയാ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇത് കുറെ ആൾക്കാരുടെ കരിയർ ഡിസൈഡ് ചെയ്യാൻ ഈ ഒരു വെബിനാർ ചിലപ്പോൾ സാധിക്കുമായിരിക്കും. കുറെ ആൾക്കാർക്ക് SSC എക്സാംസിനെ പറ്റി അറിയാൻ ഈ ഒരു വെബിനാർ കൊണ്ട് സാധിക്കും. അപ്പൊ അതിന്റെ ഒരു ഭാഗമായതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ആദ്യം തന്നെ എന്താണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അഥവാ SSC ചുരുക്കി വിളിക്കുന്നത് നമ്മൾ SSC എന്നാണ്. SSC എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ബോഡിയാണ്, എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ബോഡിയാണ്. ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ SSC എന്ന് പറയുന്ന ഈ ഒരു ഏജൻസി ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C പോസ്റ്റുകളിലേക്കാണ് ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട് സിവിൽ സർവീസ് എക്സാം എന്താണ്, എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ ഗ്രൂപ്പ് A പോസ്റ്റുകളിലേക്ക് ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യുന്ന എക്സാം ആണ് സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത്. അതിന്റെ നേരെ താഴെയുള്ള ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C പോസ്റ്റുകളിലേക്ക് ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോ സിവിൽ സർവീസിന്റെ നേരെ താഴെയുള്ള എന്താ പറയാ പോസ്റ്റുകളിലേക്കാണ് ഈ എക്സാംസ് നടത്തുന്നത്. അപ്പോ ഈ ഡിഗ്രി ലെവലിലുള്ള കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം അഥവാ CGL SSC CGL എക്സാം മിനി സിവിൽ സർവീസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സിവിൽ സർവീസിന്റെ ഒരു മിനിയാണ്, ഒരു കുട്ടിയാണ്. സിവിൽ സർവീസിന്റെ നേരെ താഴെയുള്ള പോസ്റ്റുകളിലേക്കാണ് CGL-ലൂടെയും CHSL-ലൂടെയും MTS എക്സാമിലൂടെയും അങ്ങനെ കുറച്ചധികം എക്സാംസ് ഉണ്ട് SSC നടത്തുന്നത്. ഇതിലൂടെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോ SSC ഓരോ എക്സാമിന് ഓരോ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഉണ്ടാവും, ഏജ് കണ്ടീഷൻസ് ഉണ്ടാവും. അതുപോലെ എങ്ങനെയാണ് എക്സാം പാറ്റേൺ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ക്ലാസ്സിലൂടെ പരിചയപ്പെടാം. അപ്പോ ഏതൊക്കെ എക്സാംസ് ആണ് SSC കണ്ടക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ഒന്നാമത്തേതാണ് ഏറ്റവും അടിപൊളി പോസ്റ്റുകളിലേക്ക്, ഏറ്റവും മേലെ പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറയുന്നത്. ചുരുക്കിയിട്ട് നമ്മൾ SSC CGL എന്ന് പറയും. അപ്പോ ഈ SSC CGL-ലൂടെ പല പോസ്റ്റുകളിലേക്ക്, അതായത് നല്ല വാക്കൻസി വരാറുണ്ട് SSC CGL-ന്. അതുപോലെ തന്നെ നല്ല ഗ്ലാമറസ് പോസ്റ്റുകളിലേക്ക് SSC CGL-ലൂടെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. നല്ല ഗ്ലാമറസ് പോസ്റ്റ്, അതായത് CBI എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, CBI സബ് ഇൻസ്പെക്ടർ. അതുപോലെ ED എന്നൊക്കെ കേട്ടിട്ടില്ലേ, നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ട് ED റെയ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇൻകം ടാക്സ് റെയ്ഡ് എന്നൊക്കെ. അപ്പൊ ഈ ഇൻകം ടാക്സ് ഓഫീസ്, GST ഓഫീസ്, അതുപോലെയുള്ള പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പൊ ഇതിലേക്കൊക്കെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്, ഇതുപോലെയുള്ള സെൻട്രൽ ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യുന്ന
എക്സാം ആണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമും അതിന് താഴെയുള്ള എക്സാംസ് ഒക്കെ. രണ്ടാമത്തത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം ആണ്. അതായത് +2 ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ നമുക്കൊരു സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ഉണ്ടാവും, ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്കും ഇത് എഴുതിക്കൂടെ? യെസ്, എഴുതാൻ പറ്റും. ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്ക് SSC നടത്തുന്ന എല്ലാ എക്സാമും എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നു. CGL എഴുതാം, +2 ക്വാളിഫിക്കേഷനുള്ള CHSL എഴുതാം, 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള MTS എഴുതാം. അതുപോലെ BTech ക്വാളിഫിക്കേഷൻ ഈ എഞ്ചിനീയേഴ്സിന് എഴുതാൻ പറ്റുന്ന എക്സാം ആണ്, SSC നടത്തുന്ന എക്സാം ആണ് SSC JE എന്ന് പറയുന്നത്, ജൂനിയർ എഞ്ചിനീയറിന്റെ എക്സാം ആണ്. അതുപോലെ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ, സ്റ്റെനോഗ്രാഫർ 2 ഗ്രേഡുകളുണ്ട്, സിയും ഡിയും ഉണ്ട്. അതുപോലെ കോൺസ്റ്റബിൾ GD എക്സാം, അതുപോലെ CPO, അങ്ങനെ കുറെ വേരിയസ് എക്സാംസ് SSC കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഡിഫറെന്റ് എക്സാംസ് കണ്ടക്ടഡ് ബൈ SSC. ഇതിൽ തന്നെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്നത് ഇൻസ്പെക്ടർ പോസ്റ്റ്, അതുപോലെ ഇപ്പൊ എനിക്ക് കിട്ടിയത് ടാക്സ് അസിസ്റ്റന്റ് ആണ്, പിന്നെ പോസ്റ്റൽ അസിസ്റ്റന്റ്, അതുപോലെ AEO എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, അതുപോലെ GST ഇൻസ്പെക്ടർ, കസ്റ്റംസിൽ, അങ്ങനെയൊക്കെ പോസ്റ്റുകളിലേക്ക് ഇൻസ്പെക്ടർ പോസ്റ്റുകൾ, അതുപോലെ അസിസ്റ്റന്റ് പോസ്റ്റുകൾ, ASO പോസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ കുറെ കഴിഞ്ഞ പ്രാവശ്യം 24-ല് അബൌട്ട് 69 പോസ്റ്റുകളിലേക്കായിരുന്നു എക്സാം വിളിച്ചിരുന്നത്. 69 പോസ്റ്റുകളിലേക്ക് 17,000 വാക്കൻസി ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യവും നല്ല വാക്കൻസി ഉണ്ട്. പിന്നെ CHSL എക്സാമിന് ഏതൊക്കെ ജോലികളിലേക്കാന്ന് ചോദിച്ചാൽ LDC ക്ലർക്ക്, അതുപോലെ DEO പോസ്റ്റുകളിലൊക്കെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനൊക്കെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസിലെ മൾട്ടി ടാസ്കിംഗ്, വേറെ എന്താ പറയാ, അതായത് CGLന്റെയും CHSLന്റെ താഴെയാണ് MTS എക്സാം വരുന്നത്. 10th ലെവൽ എക്സാം ആണ്. ഡിഗ്രി ക്വാളിഫിക്കേഷനും +2 ക്വാളിഫിക്കേഷനും ഉള്ളവർക്കൊക്കെ എഴുതാൻ പറ്റും. ഇതൊക്കെയാണ് വാരിയസ് എക്സാംസ് കണ്ടക്ടഡ് ബൈ SSC എന്ന് പറയുന്നത്. അടുത്തതായിട്ട് CGLനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അറിയാം. CGL എന്ന് പറയുന്നത് ഫുൾ ഫോം കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ്. ഫുൾ ഫോം പോലെ തന്നെ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഏത് ഡിഗ്രി ആയാലും കുഴപ്പമില്ല. ചിലർ വിളിച്ചു ചോദിക്കും ഈ ഡിഗ്രി പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഏത് ഡിഗ്രി ആയാലും, ഡിഗ്രി നിങ്ങൾ ക്വാളിഫൈഡ് ആയാൽ മതി. എനിക്ക് തോന്നുന്നു 55% എങ്ങാനും മാർക്ക് ഉണ്ടായാൽ മതി, ജയിച്ചാൽ മതി. നോട്ടിഫിക്കേഷൻ നോക്കിയാൽ കറക്റ്റ് പെർസെന്റേജ് അറിയാൻ പറ്റും. അതായത് പാസ്സായാൽ മതി. ഡിഗ്രി ക്വാളിഫൈഡ് എന്നാണ് പറയുന്നത്, പെർസെന്റേജ് നോട്ടിഫിക്കേഷനിൽ കാണും. അപ്പോ CGL എക്സാം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ കുറെ പോസ്റ്റുകളിലേക്ക്, ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു അബൌട്ട് 40-something പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ. അതിൽ പലതരത്തിലുള്ള പോസ്റ്റുകൾ ഉണ്ട്. രണ്ട് പോസ്റ്റുകൾ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതാണ് ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് ആണ്. ഈ പോസ്റ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഡിഗ്രിയില് അല്ലെങ്കിൽ +2-ല് ഡിഗ്രിയില് സ്റ്റാറ്റി പഠിച്ച ആൾക്കാർക്ക് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അല്ലെങ്കിൽ +2-ല് മാത്സിൽ 60% മാർക്ക് ഉണ്ടായാലും മതി. ഡിഗ്രിയിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിട്ട് സ്റ്റാറ്റി ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുകയും വേണം. അല്ലെങ്കിൽ മാത്സിൽ 60% മാർക്സ് മാത്സിൽ ഉണ്ടായാലും JSO പോസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതൊന്നും അല്ല. നമ്മൾ CGLന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അവർ ചോദിക്കും JSO അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും, ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് യെസ് കൊടുത്താൽ അതിന്റെ ഒരു Tier 2 എക്സാമിൽ അതിന് വേണ്ടി വേറൊരു പേപ്പർ ഉണ്ട്. ആ ഒരു പേപ്പർ എക്സ്ട്രാ അറ്റംപ്റ്റ് ചെയ്താൽ മതി. രണ്ടാമത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണ്. ഈ പോസ്റ്റില് ഡിഗ്രി 3 കൊല്ലവും നമ്മൾ സ്റ്റാറ്റി പഠിക്കണം. അതായത് സ്റ്റാറ്റി മെയിൻ സബ്ജക്റ്റ് ആയിട്ട് എടുത്തവർക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് ഈ 2 പോസ്റ്റുകൾ. ഈ 2 പോസ്റ്റുകൾ സ്പെഷ്യൽ ആയിട്ട് പറയാൻ കാരണം ഇതിന് സ്റ്റാറ്റി വേണം, വേറെ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. എല്ലാ ഡിഗ്രിയും പഠിച്ച ആൾക്കാർക്ക് ഈ 2 പോസ്റ്റുകൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബാക്കി കുറെ പോസ്റ്റുകൾ ഉണ്ട്. ബാക്കി ഏകദേശം അടിപൊളി പോസ്റ്റുകളും ഇതിൽ വരുന്നുണ്ട്. അപ്പോ ഈ പോസ്റ്റുകൾക്ക് എല്ലാം ഒരു ക്രൈറ്റീരിയ ഉള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചിലേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള എല്ലാവർക്കും നമുക്ക് ഈ CGLന് അപ്ലൈ ചെയ്യാൻ പറ്റും.
ഇനി എന്തൊക്കെയാണ് ബാക്കി പോസ്റ്റുകൾ എന്ന് നമുക്ക് ഞാൻ കാണിച്ചു തരാം. കുറെ പോസ്റ്റുകൾ ഉണ്ട്. അതിൽ കുറച്ച് പോസ്റ്റുകൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്നും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കുറച്ച് പോസ്റ്റുകൾ ഞാൻ കാണിച്ചു തരാം. ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കുറച്ച് പോസ്റ്റുകൾ എന്ന്. ഓക്കെ, ഇതാ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒന്നാമത്തെ പോസ്റ്റ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആണ്. ASO എന്ന് നമ്മൾ ചുരുക്കി വിളിക്കും. ASOനെ പറ്റി പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ടും ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. ASOന്റെ ഓഫീസുകളൊക്കെ ഡൽഹിയിലാണ് ഏകദേശം. വളരെ റെയർ ആയിട്ട് മറ്റു കുറച്ച് സ്ഥലങ്ങളിൽ ഓഫീസ് ഉണ്ട്. എന്നാലും നമ്മൾ ഡൽഹിയിൽ കുറച്ചു കാലം നിൽക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. അതാണ് ASO. അതായത് ഡൽഹിയിൽ സ്ഥിരതാമസാക്കാൻ സെറ്റിൽഡ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ASO എന്ന് പറയുന്നത്. ASO മെയിൻ ആയിട്ട് നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല. കാരണം നമുക്ക് നാട്ടിൽ കിട്ടണം എന്നുള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ട്. എന്നാൽ ബീഹാറിലും മറ്റേ ഡൽഹിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരൊക്കെ ASO പോസ്റ്റിന് വേണ്ടി അടിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും ഗ്ലാമറസ് പോസ്റ്റ് ആണ്. ഗ്രൂപ്പ് B പോസ്റ്റ് ആണ്. ASO തന്നെ പല ഡിപ്പാർട്ട്മെന്റിലായി പല ഓഫീസുകളിലായിട്ട് ASOന്റെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ASOനെ. അപ്പം അത്യാവശ്യം നല്ല വാക്കൻസീസും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. നല്ല ഗ്ലാമറസ് പോസ്റ്റ് ആണ്. നല്ല ഹൈ സാലറി ഉള്ള പോസ്റ്റ് ആണ് ASO പോസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് അടിപൊളിയായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര നിലയും വിലയും ഉള്ള ഒരു പോസ്റ്റ് ആണ് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ നമ്മൾ വാർത്തകളിലൊക്കെ കാണാറുണ്ട്. ഇൻകം ടാക്സ് റെയ്ഡ് ഈ സിനിമ നടന്മാരുടെ വീട്ടിലും പിന്നെ ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ വീട്ടിലൊക്കെ ഇൻകം ടാക്സ് റെയ്ഡ് നടത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റേ ന്യൂസിലൊക്കെ കാണാറുണ്ട്. ഈ ഇൻസ്പെക്ടേഴ്സ് ആണ്, ഈ ഇൻകം ടാക്സ് ഇൻസ്പെക്ടേഴ്സ് ആണ് ഇത്തരം റെയ്ഡുകളിലേക്കൊക്കെ പോകുന്നത്. ഇത് SSCയുടെ പോസ്റ്റുകളിൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നമ്മൾ റെയ്ഡിനൊക്കെ പോവാന്നൊക്കെ വെച്ചാൽ ഭയങ്കര ഒരു സംഭവം എന്നുള്ള ഒരു നിലയിലല്ലേ നമ്മളെ നാട്ടിലൊക്കെ. സംഭവം അടിപൊളിയാണ്. ഇൻകം ടാക്സ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നുള്ളത് GST ഇൻസ്പെക്ടർ ആണ്. നമ്മുടെ വലിയ വലിയ കടകളിലും മാളുകളിലും ഒക്കെ GSTയുടെ റെയ്ഡിനൊക്കെ പോകുന്നവരാണ്. ഈ റെയ്ഡ് മാത്രമല്ല, ഇവർക്ക് വേറെ ഓഫീസ് ജോബ്സും ഉണ്ട്. വേറെ പണികളും ഉണ്ടാവും. റെയ്ഡും ഇവര് പോകും. അങ്ങനെ ഓഫീസ് പ്ലസ് അതായത് ഫീൽഡ് വർക്ക് പ്ലസ് ഡെസ്ക് വർക്കാണ് ഈ ഇൻസ്പെക്ടേഴ്സിന് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നുള്ളത് പ്രിവെന്റീവ് ഓഫീസർ ആണ്. പ്രിവെന്റീവ് ഓഫീസർ എന്ന് പറയുമ്പോൾ കസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് എയർപോർട്ടിലൊക്കെ നിൽക്കുന്ന ഈ കള്ളക്കടത്തൊക്കെ പിടിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, ഈ സ്വർണ്ണക്കടത്ത് എന്നൊക്കെ കേട്ടില്ലേ, അതൊക്കെ പിടിക്കുന്നത് ഈ കസ്റ്റംസ് പ്രിവെന്റീവിന്റെ ഓഫീസേഴ്സ് ആണ്. പിന്നുള്ളത് എക്സാമിനർ എന്ന് പറയുന്നതും പോർട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കയറ്റി വിടുകയും ഇറക്കുമതിയൊക്കെ ചെയ്യൂലേ, അപ്പൊ അതിന്റെ ഒക്കെ എക്സാമിൻ ചെയ്യുന്ന ആളാണ് എക്സാമിനർ പോസ്റ്റിലേക്ക് പോകുന്നത്. പിന്നുള്ളതാണ് ED നിങ്ങൾ കേട്ടിട്ടില്ലേ, അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ആണ്. വലിയ ഈ ഹവാല എന്നൊക്കെ കേട്ടില്ലേ, ഈ എന്താ പറയാ വലിയ ഫൈനാൻഷ്യൽ ഡീലിങ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റെയ്ഡ് ചെയ്യുന്നതും നോക്കുന്നതൊക്കെ ED ആണ്. EDയിൽ AEOമാരാണ്. പിന്നുള്ളതാണ് CBI എന്ന് പറഞ്ഞാല് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം അല്ലെ. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിൽ സബ് ഇൻസ്പെക്ടർ ആയിട്ട് ഭയങ്കര ഗ്ലാമറസ് പോസ്റ്റ് ആണ്. പക്ഷെ കുറച്ച് അഡ്വഞ്ചറസ് ജോബ് കൂടിയാണ്. CBI എന്ന് പറയുമ്പോൾ ചിലപ്പോ ഇന്നിപ്പോ നിങ്ങള് തിരുവനന്തപുരം അല്ലെങ്കിൽ ചിലപ്പോ നാളെ നിങ്ങളോട് പറയും നിങ്ങൾ ഡൽഹിയിലേക്ക് വിട്ടോ, അവിടെ എന്തൊരു പണി എന്ന് പറയും. അപ്പം കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജോബാണ്. അങ്ങനത്തെ ജോലിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് CBIയും അതുപോലെ AEO ED ഒക്കെ ഇഷ്ടാവും. പിന്നെ എന്തായാലും നാട്ടിൽ നിൽക്കണം അല്ലെങ്കിൽ ഓഫീസ് വർക്ക് മതി, ഇങ്ങനെ ട്രാവലിംഗ് ഒന്നും അധികം വേണ്ട, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ഇൻസ്പെക്ടർ പോസ്റ്റുകളൊക്കെ ഓക്കെ ആയിരിക്കും. പിന്നുള്ളതാണ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ഒക്കെ ഏകദേശം ഡെസ്ക് വർക്ക് തന്നെയാണ്, ഓഫീസ് ജോബ് തന്നെയാണ്. ഈ GST ഇൻസ്പെക്ടറിന്റെ നേരെ താഴെയുള്ള പോസ്റ്റ് ആണ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്. ഓഫീസ് സൂപ്പറിൻറ്റൻഡും ഇതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് പോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലുള്ള പോസ്റ്റ് ആണ് ഓഫീസ് സൂപ്പറിൻറ്റൻഡ്. പിന്നെ ഓഡിറ്റർ, അക്കൗണ്ടന്റ്, പിന്നുള്ളത് ടാക്സ് അസിസ്റ്റന്റ്. രണ്ട് സ്ഥലങ്ങളിൽ, അതായത് CBDT എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻകം ടാക്സ് ഒക്കെ വരുന്നത് ഡയറക്റ്റ് ടാക്സിലാണ്. അതുപോലെ CBIC എന്ന് പറയുമ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. GST വരുന്നത് GSTയും കസ്റ്റംസും പ്രിവെന്റീവും ഒക്കെ വരുന്നത് ഇൻഡയറക്റ്റ് ടാക്സിലാണ്. അപ്പോ അവിടത്തേക്ക് ടാക്സ് അസിസ്റ്റൻസിന് എന്താ പറയാ റിക്രൂട്ട് ചെയ്യുന്നത്.
പിന്നുള്ളത് സെക്ഷൻ ഹെഡ്, JSO, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ്, പോസ്റ്റൽ അസിസ്റ്റന്റ്, പോസ്റ്റ് ഓഫീസുകളിൽ, അതായത് ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലേക്കൊക്കെ പോസ്റ്റൽ അസിസ്റ്റന്റ് ആയിട്ടും സോർട്ടിംഗ് അസിസ്റ്റന്റ് ആയിട്ടും CGL-ലൂടെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് SSC CGL-ലൂടെ നമ്മളെ റിക്രൂട്ട് ചെയ്യുന്ന വാരിയസ് പോസ്റ്റുകൾ എന്ന് പറയുന്നത്. SSC CGL-ന്റെ അണ്ടറിലുള്ള കുറച്ച് പോസ്റ്റുകളാണ് ഇത്. ഇതിലും ഇനിയും ഇതിന്റെ ഇരട്ടി പോസ്റ്റുകൾ വേറെ ഉണ്ട്. മെയിൻ ആയിട്ടുള്ള കുറച്ച് പോസ്റ്റുകളെ ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ഇതില് സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും എല്ലാവരും പറയുന്ന കേൾക്കുന്നതുമായിട്ടുള്ള പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചില ജോബ് പ്രൊഫൈൽസ് വേണേൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇൻകം ടാക്സ് ട്രേഡിനൊക്കെ പോകുന്ന പോസ്റ്റ്. അതിന്റെ ഗ്രേഡ് പേ എന്ന് പറയുന്നത് 4600 ഗ്രേഡ് പേ ആണ്. അതായത് SSC CGL-ലൂടെ റിക്രൂട്ട് ചെയ്തിട്ട് ഏറ്റവും ഹയസ്റ്റ് ഗ്രേഡ് പേ എന്ന് പറയുന്നത് 4600 ആണ്. പിന്നെ നേരെ താഴെ 4200, പിന്നെ വരുന്ന 2400, 2500 ആണ്. ഇതാണ് 4 പേ ലെവൽസ് എന്ന് പറയുന്നത് CGL-ലൂടെ റിക്രൂട്ട് ചെയ്യുന്ന പോസ്റ്റുകൾക്കുള്ളത്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് നോൺ യൂണിഫോം പോസ്റ്റ് ആണ്. യൂണിഫോം വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ പോസ്റ്റ് ആണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിന്റെ പോസ്റ്റ് എന്ന് പറയുന്നത്. ഫീൽഡ് വർക്കും ഉണ്ട്, ഡെസ്ക് ജോബും ഉണ്ട്. പിന്നുള്ളത് പേ ലെവൽ 7 ആണ്. പേ ലെവൽ 7 ആണ് CGL-ലൂടെ റിക്രൂട്ട് ചെയ്യുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് പേ ലെവൽ എന്ന് പറയുന്നത് 7 ആണ്. ബേസിക് സാലറി 44,900 മുതൽ 1,42,400 വരെ ഉണ്ടാവും. ബേസിക് സാലറി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ജോയിൻ ചെയ്ത് ഒരു മാസം, ആദ്യത്തെ മാസത്തെ ഇൻഹാൻഡ് സാലറിയും ബേസിക് സാലറിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. നമുക്ക് കുറെ അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിയർനെസ് അലവൻസ് എന്നൊക്കെ പറഞ്ഞു, പിന്നെ ഹൗസ് റെന്റ് അലവൻസ്, അങ്ങനെ കുറെ അലവൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോ അലവൻസ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഇൻഹാൻഡ് സാലറി എന്ന് പറയുന്നത് ജോലിയിൽ കയറി ആദ്യത്തെ മാസം 70,000 80,000 വരെയുള്ള ഇടയിലുള്ള ഒരു എമൗണ്ട് നമുക്ക് ആദ്യത്തെ മാസം സാലറി ആയിട്ട് വാങ്ങാൻ കഴിയും. ഇതാണ് SSC-ന്റെ ഏറ്റവും ഹയസ്റ്റ് പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ PSC-യും SSC-യും തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, PSC ഞാൻ രണ്ടിനെയും കമ്പയർ ചെയ്യാണ്. രണ്ടിനും അതിൻ്റെതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടാവും. ഞാൻ കണ്ടെത്തിയ PSC-യിൽ നിന്നും SSC-ക്ക് എന്തൊക്കെ PSC-നേക്കാൾ SSC-ക്ക് എന്തൊക്കെ ഇതുണ്ട് എന്ന് ചോദിച്ചാൽ, ഞാൻ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, ഒന്ന്, SSC കുറച്ച് ഫാസ്റ്റ് ആണ്. SSC എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതിലായാലും റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യുന്ന കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും SSC കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ് PSC-നേക്കാൾ. ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ 23-ൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് 23 ജൂലൈ മുതലാണ് ഞാൻ ഇതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് 24 സെപ്റ്റംബറിലായിരുന്നു എന്റെ പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 25 ജനുവരിയിലാണ് മെയിൻസ് എക്സാം നടന്നത്. ജനുവരിയിൽ മെയിൻസ് എക്സാമും കഴിഞ്ഞ് കൃത്യം 2 മാസം, 1.5 മാസമല്ലേ 2 മാസം, ആ ഒരു ഗ്യാപ്പിൽ മാർച്ചിൽ ഞങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മാർച്ച് ഒരു പകുതിയിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിനു ശേഷം ഏപ്രിൽ 28 ആവുമ്പോഴേക്ക് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മാസേ എടുത്തുള്ളൂ ജോയിനിങ് ടൈമിലേക്ക്. അതേസമയം PSC ആണെങ്കിൽ ചിലപ്പോൾ 1 2 കൊല്ലം എടുക്കും റാങ്ക് ലിസ്റ്റിൽ നമ്മളെ പേര് വന്നതിന് ശേഷം നമ്മൾ ജോലിയിൽ കയറാൻ. ഇനി ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് കട്ടാക്കിയാൽ നമ്മുടെ ജോലി പോവുകയും ചെയ്യും. SSC-ന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ നമുക്ക് ജോലി ഉറപ്പാണ്. വേറെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതി. അതർവൈസ് ജോലി ഷുവർ ആണ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ടതില്ല. പിന്നുള്ളത് ഈ ഒരു ടൈമിംഗ് തന്നെ. SSC ഒരു കൊല്ലം ഇപ്പൊ ഈ കൊല്ലം ഡിസംബർ ലാസ്റ്റ് ഒരു SSC കലണ്ടറിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടാവും CGL എക്സാം എപ്പോൾ നടക്കും, CHSL എക്സാം എപ്പോൾ നടക്കും എന്നുള്ള കറക്റ്റ് കൊടുത്തിട്ടുണ്ടാവും. എന്തേലും വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രം ആ കലണ്ടർ ഒന്ന് ചേഞ്ച് ആവും. അത് തന്നെ അവർ നമ്മളെ അറിയിക്കും. അവർ പറഞ്ഞ കറക്റ്റ് ടൈമിന് എക്സാംസും നടക്കും. ഏകദേശം ഒരു 1-2 മാസത്തിനുള്ളിൽ റിസൾട്ടും പബ്ലിഷ് ചെയ്യും. കൂടിപ്പോയ ഒരു 6 to 8 മാസം അതിനുള്ളിൽ നമുക്ക് ജോലിയിലും കയറാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സിവിൽ സർവീസ് ഒക്കെ പോലെയുള്ള വലിയ വലിയ എക്സാംസ് നമുക്ക് എപ്പോ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോ ചില ആൾക്കാർ 5 കൊല്ലം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, ചില ആൾക്കാർ 6 കൊല്ലം 6-7 കൊല്ലം പ്രിപ്പയർ ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റിൽ വരുന്ന ആൾക്കാരെ സിവിൽ സർവീസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ SSC-യിൽ നിങ്ങൾ ഒരിക്കലും 5-6 വർഷം പ്രിപ്പയർ ചെയ്യേണ്ടി വരില്ല. 2 to 3 years മാക്സിമം പോയാൽ 3 കൊല്ലം. അതിന്റെ അപ്പുറം നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് എടുത്ത് നിങ്ങൾ
പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷത്തിലോ 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ പ്രിപ്പയർ കിട്ടാൻ, അതായത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് SSCയുടെ എക്സാംസ് എന്ന് പറയുന്നത്. നമുക്കൊന്നും അധികം ഡീപ്പായിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. കുറച്ച് മാത്സ് പഠിക്കണം, GK എല്ലാ വിഷയങ്ങളും എന്താ പറയാ മേലൂട്ടൊന്ന് പോകണം എന്ന് പറയാം. അതായത് അത്രയും ഡീപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിന്റെ പോസ്റ്റിനെ പറ്റിയാണ്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിൽ നോൺ യൂണിഫോം പോസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഫീൽഡ് ആൻഡ് ഡെസ്ക് ജോബ് ഉണ്ട്. പേ ലെവല് നമ്മൾ പറഞ്ഞു. സ്റ്റാർട്ടിങ് സാലറി നമ്മൾ പറഞ്ഞു ഒരു 75-ന്റെ മേലെ ഉണ്ടാവും സ്റ്റാർട്ടിങ് സാലറി. പിന്നുള്ളത് പ്രൊമോഷൻ ആണ്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആയി കഴിഞ്ഞ് ഒരു ഇപ്പം 10 വർഷം എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ പ്രൊമോഷൻ കുറച്ച് സ്ലോ ആണ്. ഇപ്പൊ ഒരു 10 വർഷം എടുക്കുന്നുണ്ട്. ഇൻകം ടാക്സ് ഓഫീസർ ആയിട്ട്, ഓഫീസർ എന്ന് പറഞ്ഞാൽ ഗസറ്റഡ് പോസ്റ്റ് ആണ്. ഇൻകം ടാക്സ് ഓഫീസറിലേക്കാണ് നമ്മൾ പ്രൊമോട്ടഡ് ആവുന്നത്. അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് കമ്മീഷണർ. അസിസ്റ്റന്റ് കമ്മീഷണർ എന്ന് പറയുന്നത് സിവിൽ സർവീസിന്റെ പോസ്റ്റിലുള്ളതാണ്. IRS, ഇന്ത്യൻ റവന്യൂ സർവീസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ളതാണ് അസിസ്റ്റന്റ് കമ്മീഷണർ. അപ്പോൾ 2 പോസ്റ്റ് ആകുമ്പോഴേക്ക് നമ്മൾ സിവിൽ സർവീസ് ലെവൽ എത്തി പ്രൊമോട്ടഡ് ആയിട്ട്. പിന്നെ ഡെപ്യൂട്ടി കമ്മീഷണർ, പിന്നെ ജോയിന്റ് കമ്മീഷണർ, പിന്നെ അഡീഷണൽ കമ്മീഷണർ വരെ നമുക്ക് പ്രൊമോഷൻ ആയിട്ട് എത്താൻ പറ്റും. ഈ ഒരു പോസ്റ്റ് വരെ നമുക്ക് എത്താൻ പറ്റും. പിന്നുള്ളത് ഗ്രേറ്റ് സോഷ്യൽ സ്റ്റാറ്റസ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ പോയി നമ്മൾ SSC CGയിലൊക്കെ അടിച്ച് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആയിട്ട് ഇൻകം ടാക്സിലാണ് ജോലി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഹൈപ്പ് ഉണ്ട്. അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നമ്മൾ അനുഭവിച്ചെന്ന് അറിയണം. സത്യം പറഞ്ഞാല് അട്രാക്റ്റീവ് സാലറി ആണ്, പവർഫുൾ ജോബാണ്, ജോബ് സെക്യൂരിറ്റി ഉണ്ട്. അതായത് ഗവൺമെന്റ് ജോബാണ്, അതുകൊണ്ട് തന്നെ ജോബ് സെക്യൂരിറ്റി ഉണ്ട്. പ്രൈവറ്റ് പോലെയല്ല എപ്പം വേണേലും തെറിക്കും എന്നുള്ളൊരു പണിയല്ല. നമുക്ക് നമ്മൾ 60 വയസ്സിൽ റിട്ടയർ ആവുന്നവരെ നമ്മൾ ഈ ജോലിക്കൊന്നും സംഭവിക്കില്ല. റിട്ടയർ ആയാലും നമുക്ക് അതിന്റെ പെൻഷനും കാര്യങ്ങളും കിട്ടും. അതുകൊണ്ട് ഫൈനാൻഷ്യൽ ആയിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. 5 ഡേ ജോബാണ്, തിങ്കൾ ടു വെള്ളി. അതുപോലെ തന്നെ 9 മണി മുതൽ അല്ലെങ്കിൽ 9:30 മണി മുതൽ 5:30 വരെയാണ് ഓഫീസ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ വലിയ കുഴപ്പമില്ലാത്ത ടൈമിംഗ് ആണ്. ശനിയാഴ്ച വർക്ക് ചെയ്യേണ്ട, എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള പോസ്റ്റ് ആണ്. അതുപോലെ അടുത്തൊരു പോസ്റ്റ് ആണ്, ഞാൻ കുറച്ച് പോസ്റ്റുകളെ മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ. എനിക്കൊന്ന് 3 പോസ്റ്റുകളെ മാത്രമേ ഞാൻ ഇതിൽ പരിചയപ്പെടുത്തുന്നുള്ളൂ ഡീറ്റെയിൽ ആയിട്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പിന്നുള്ളത് GST ഇൻസ്പെക്ടർ ആണ്. GST ഇൻസ്പെക്ടർ GST ഓഫീസിലാണ് ഉണ്ടാകുക. സെയിം ഗ്രേഡ് പേ ആണ്, ഗ്രൂപ്പ് B പോസ്റ്റ് ആണ്. GST ഇൻസ്പെക്ടർ യൂണിഫോം പോസ്റ്റ് ആണ്. പക്ഷെ എല്ലാപ്പോഴും യൂണിഫോം ഇടണ്ട. എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോൾ മാത്രമേ നമ്മൾ യൂണിഫോം ധരിക്കേണ്ട ആവശ്യമുള്ളൂ. ഫീൽഡ് ആൻഡ് ഡെസ്ക് ജോബ് ഉണ്ട്, റെയ്ഡിന് പോകേണ്ടി വരും, ചില ഓഫീസ് ഡ്യൂട്ടീസ് ചെയ്യേണ്ടി വരും, അതുപോലത്തെ കാര്യങ്ങൾ. പേ ലെവൽ 7 ആണ്. ഇതും ഇൻകം ടാക്സ് ഇൻസ്പെക്ടർക്കൊക്കെ സെയിം സാലറി ആണ് വരുന്നത്. മിനിസ്ട്രി ഓഫ് ഫൈനാൻസിൽ വരുന്നതാണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ആണ്. ഡീൽസ് വിത്ത് GST ആസ് വെൽ ആസ് കസ്റ്റംസ്. GSTയിലും കസ്റ്റംസിലും ചിലപ്പോൾ നമുക്ക് എയർപോർട്ടിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. ഇതും ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിനെ പോലെ തന്നെ 5 ഡേ ജോബാണ്, ജോബ് സെക്യൂരിറ്റി ഉണ്ട്, പവർഫുൾ ആണ്, അട്രാക്റ്റീവ് സാലറി ആണ്, ഗ്രേറ്റ് സോഷ്യൽ സ്റ്റാറ്റസ് ആണ്. നമ്മളിപ്പോ ഇപ്പം ഞാനിപ്പോ കോഴിക്കോടാണ്. കോഴിക്കോട് നിന്ന് നമ്മളിപ്പം ഒരു ഹോട്ടലിൽ കയറിയെന്ന് അല്ലെ എവിടെയെങ്കിലും പോയെന്ന് വിചാരിക്കും. ആരെങ്കിലും കാണുമ്പോൾ എവിടാ വർക്ക് ചെയ്യുന്നത്, എന്താ ചെയ്യുന്നേക്കുമ്പോൾ GSTയിലാ വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സംഭവമുണ്ട്. അത് ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ GSTയിലാണ് അല്ലെങ്കിൽ ഇൻകം ടാക്സിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നുള്ളതാണ് അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, ED എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ED എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. ഈ മണി ലോണ്ടറിംഗ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് EDയിലുള്ള ആൾക്കാരാണ്. ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ കേസ് ഒക്കെ ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഇതും മറ്റു 2 പോസ്റ്റുകളെ പോലെ തന്നെ സാലറിയും കാര്യങ്ങളൊക്കെ. ഇതില് സാലറി കുറച്ച് കൂടുതൽ ഉണ്ടാവും തോന്നുന്നു. കാരണം ഇവര് ഈ EDയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ പോസ്റ്റിംഗ് ആണ്, നാട്ടില് കിട്ടണം എന്നില്ല. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആയാലും GST ഇൻസ്പെക്ടർ ആയാലൊക്കെ നമുക്ക് വാക്കൻസി നമ്മുടെ നാട്ടിലുണ്ട്, അതുപോലെ നല്ല റാങ്കും ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ കിട്ടും. പക്ഷേ EDന്റെ അസിസ്റ്റന്റ് AEOന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നാട്ടില് കിട്ടും എന്നൊന്നും യാതൊരു പ്രതീക്ഷയും ഇല്ല. നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണേലും പോസ്റ്റ് ചെയ്യാം. നല്ല പ്രൊമോഷൻ വൈസ് നല്ല സാധ്യതകളുള്ള പോസ്റ്റാണ് AEO എന്ന് പറയുന്നത്. ഒരു ഇന്ത്യയൊക്കെ ചുറ്റിക്കാണെന്നുള്ള ആൾക്കാർക്കൊക്കെ EDയിലൊക്കെ പോവാം. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള പോസ്റ്റാണ്. അങ്ങനെ കുറച്ച് അഡ്വഞ്ചേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ED ഒരു നല്ല പോസ്റ്റ് ആയിരിക്കും. പിന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഞാനിങ്ങനെ പറഞ്ഞു പോവാണ്, കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പറഞ്ഞു പോകുന്നത്. ആണല്ലോ അല്ലേ? ഇനി
ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് SSC CGL എക്സാം പാറ്റേൺ ആണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്താണ് എക്സാം, എന്താണ് എക്സാമിൽ വരിക, എങ്ങനെയാണ് എക്സാം പാറ്റേൺ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ നമുക്ക് എക്സാമില് SSC CGL എക്സാമില് മെയിൻ ആയിട്ടും 2 എക്സാംസ് ആണ് ഉള്ളത്. ഒന്ന് ടയർ 1 എക്സാം, രണ്ടാമത്തേത് ടയർ 2 എക്സാം. നമ്മൾ പ്രിലിംസും മെയിൻസും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ടയർ 1 എക്സാം ഓൺലൈൻ ആണ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. 1 മണിക്കൂറാണ് ഇതിന്റെ ടൈം എന്ന് പറയുന്നത്. ടോട്ടൽ 100 ചോദ്യങ്ങൾ ഉണ്ടാവും. മെയിൻ ആയിട്ടുള്ള SSC CGL CHSL മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഒരു കടമ്പ എന്ന് പറയുന്നത് ഈ ടൈം മാനേജ്മെന്റ് ആയിരിക്കും. കാരണം 100 ക്വസ്റ്റ്യൻസ് നമ്മൾ 60 മിനിറ്റിൽ ചെയ്യണം. അതായത് ഒരു ക്വസ്റ്റ്യന് നമുക്ക് 1 മിനിറ്റ് പോലും കിട്ടില്ല. അത്രയും നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. നമുക്ക് മാത്സും റീസണിങ്ങും ഒക്കെ ചെയ്യാനുണ്ട്. ഇംഗ്ലീഷും GK വായിച്ച് ഉത്തരം നമുക്ക് ചൂസ് ചെയ്ത് സെലക്ട് ചെയ്യാനുണ്ട്. അപ്പോ ഇതിനുള്ള ഒരു ടൈം എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം ഈ ഒരു ടൈം മാനേജ്മെന്റിന് വേണ്ടിയിട്ട്. അതാണ് നമ്മൾ ആദ്യം മുതലേ പ്രാക്ടീസ് ചെയ്യും. കാൽക്കുലേഷൻ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പറേഷന്റെ സ്റ്റാർട്ടിങ്ങിലേ ചെയ്യും. അപ്പം 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 200 മാർക്സ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് എന്ന നിലയിലാണ്. നെഗറ്റീവ് മാർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതായത് 0.5 മാർക്ക്, 1/4 ഓഫ് ദ മാർക്ക്, 0.5 മാർക്ക് ഡിഡക്ട് ചെയ്യും നമ്മളൊരു ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ. ടയർ 1 ക്വാളിഫയിങ് ആണ്. അതായത് ടയർ 1 എക്സാമിന് എത്ര വാക്കൻസി ഉണ്ടോ അതുപോലെ എഴുതുന്ന ആൾക്കാരുടെ മാർക്ക് ഒക്കെ വെച്ചിട്ട് ഒരു കട്ട് ഓഫ് വരും. ആ കട്ട് ഓഫ് ക്വാളിഫൈ ആയാൽ മതി. ഈ ടയർ 1ന്റെ സ്കോർ ടയർ 2 എക്സാമിൽ പരിഗണിക്കില്ല. നമ്മൾ ടയർ 1ന്റെ കട്ട് ഓഫ് ക്വാളിഫൈ ആയാൽ മതി. ഇപ്പോ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് 200-ൽ 150, അബൌട്ട് 150 ആണ് ഇപ്പോൾ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. OBC ഒക്കെ ആകുമ്പോൾ ഒരു 145 ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ കട്ട് ഓഫ് വരുന്നത്. അപ്പൊ ഇതാണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇതില് 4 വിഷയങ്ങളാണ് വരുന്നത്. ഒന്ന് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എബിലിറ്റി ആണ്. ഇതിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മാർക്സ് 50 മാർക്സ് ആണ്. ഒരു ചോദ്യത്തിന് 2 മാർക്ക് വീതം. അതുപോലെ രണ്ടാമത്തേത് ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ GK-യിൽ നിന്ന് എല്ലാ GK ടോപ്പിക്സും ഒന്ന് നമ്മൾ കവർ ചെയ്യണം. അതായത് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞ എല്ലാ വിഷയങ്ങളും നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യണം. സിലബസിലുള്ള ഒന്ന് ജസ്റ്റ് കവർ ചെയ്താൽ മതി. ഡീപ്പായിട്ടൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഡിഗ്രി ലെവലൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് മാത്സ് ആണ്. മാത്സും ഡിഗ്രി ലെവൽ മാത്സ് ഒന്നും ഇല്ല. ഒരു 10ാം ക്ലാസ് വരെയുള്ള ഒരു മാത്സ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ആ മാത്സ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് SSCയുടെ മാത്സ് ഇഷ്ടമാവും. അത്ര ഡീപ്പായിട്ട് നമ്മൾ പോകുന്നില്ല. പക്ഷെ 10ാം ക്ലാസ് വരെ പഠിച്ച ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ല. കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേറെ ഒരു ടൈപ്പാണ്. ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ട്രിക്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ആണ്. ഇംഗ്ലീഷിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇംഗ്ലീഷ് അത്യാവശ്യം ഒരു ആവറേജ് ആയിരിക്കുന്ന ആൾക്കാർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മൾ SSCന്റെ PYQs കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്താൽ ഒക്കെ ആയിക്കോളും. ഈ SSC എക്സാംസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് PYQs തന്നെ റിപ്പീറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ PYQ ബേസ്ഡ് ആയിട്ട് തന്നെ പഠിച്ചാൽ മതി. അതിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് കിട്ടും നമുക്ക്. അപ്പോ സിലബസ് ഇങ്ങനെ കടൽ പോലെ ഇരിക്കുമെങ്കിലും സിലബസ് നോക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. കടൽ പോലെ ഇരിക്കും. GK ഒക്കെ പ്രത്യേകിച്ചും കുറെ ഉണ്ട്. പക്ഷെ നമ്മൾ PYQ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രീവിയസ് ഇയറിൽ എന്താണോ വന്നത് അത് ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ ആയിക്കോളും. എന്ത് പഠിക്കണം, എവിടുന്ന് പഠിക്കണം എന്ന് നമുക്ക് PYQ കാണുമ്പോൾ മനസ്സിലായിക്കോളും. അപ്പൊ ഇതാണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. 1 മണിക്കൂറാണ്, 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇനി നമ്മൾ ടയർ 1 ക്വാളിഫൈ ആവുകയാണെങ്കിൽ നമുക്ക് ടയർ 2 എക്സാം എഴുതണം. ടയർ 2 എക്സാമിന് ഓൺലൈൻ ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ടയർ 2 എക്സാമിന് 2 പേപ്പേഴ്സ് വരുന്നുണ്ട്. രണ്ടാമത്തെ പേപ്പർ സ്റ്റാറ്റിസ്റ്റിക്സ് എഴുതുന്ന ആൾക്കാർക്കുള്ളത് മാത്രമാണ്. അതായത് നമ്മൾ നേരത്തെ 2 പോസ്റ്റുകൾ പരിചയപ്പെട്ടിരുന്നു. JSO, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറും പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്ന വേറൊരു പോസ്റ്റും നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിരുന്നു. ആ 2 പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്തവർക്ക് മാത്രം എഴുതേണ്ട എക്സാം ആണ് പേപ്പർ 2 എന്ന് പറയുന്നത്. പേപ്പർ 1 എല്ലാവർക്കും കമ്പൽസറി ആണ്, എല്ലാവരും എഴുതണം. അതായത് കട്ട് ഓഫ് ക്ലിയർ ആയ എല്ലാവരും പേപ്പർ 1 എഴുതണം. പേപ്പർ 1 തന്നെ മാത്സും റീസണിംഗ് എന്ന് പറഞ്ഞ ഒരു സെഷൻ ആണ്. 30 മിനിറ്റ് സമയം കിട്ടും മാത്സിനും റീസണിങ്ങിനും. ഇംഗ്ലീഷും GK എന്ന് പറഞ്ഞ രണ്ടാമതൊരു സെഷൻ ആണ്. അതിന് നമ്മൾ വേറെ സമയമാണ്,
അതായത് ഇംഗ്ലീഷിനും ജി കെക്കും കൂടി നമുക്ക് വേറൊരു 1 മണിക്കൂർ കിട്ടും. അങ്ങനെ 2 മണിക്കൂർ എക്സാം ആണ്. ടയർ 2 എക്സാമിന് നമുക്ക് ടൈപ്പിങ്ങും കൂടി ഉണ്ട്. ടൈപ്പിംഗ് എന്ന് പറയുമ്പോൾ ആരും പേടിക്കണ്ട, ആരും പണ്ടേ ടൈപ്പിംഗ് പഠിച്ചു പോയതൊന്നുമല്ല. ടയർ 1 എക്സാം ക്വാളിഫൈ ആയാൽ ഡെയിലി ഒരു 1/2 മണിക്കൂർ നമ്മൾ ടൈപ്പിംഗ് പഠിക്കാനിരിക്കും. അങ്ങനെ അതൊക്കെ ആയിക്കോളും. അധികം സ്പീഡൊന്നും വേണ്ട, ഒരു 27 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ടയർ 1 എക്സാം ക്ലിയർ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പൊ ഇതൊക്കെയാണ് ടയർ 2 എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. 130 ചോദ്യങ്ങളാണ് ടയർ 2 എക്സാമിൽ ഉണ്ടാവുക. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ മാർക്സ് വരുന്നത് 390 ആണ്. നെഗറ്റീവ് മാർക്ക് ഉണ്ട്. നെഗറ്റീവ് മാർക്ക് 1/3 ആണ് ടയർ 2. 1 മാർക്ക് നമുക്ക് നെഗറ്റീവ് ആയി പോകും. അതുകൊണ്ട് തന്നെ ടയർ 2 എക്സാമിൽ നമ്മൾ മാക്സിമം എറേഴ്സ് വരാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം 1 മാർക്ക് നമുക്ക് പോകും. ഒരു ചോദ്യം തെറ്റിയാൽ 10 ചോദ്യം തെറ്റിയാൽ 10 മാർക്ക് പോകും. 1 മാർക്കിനും 2 മാർക്കിനും കട്ട് ഓഫ് ക്ലിയർ ആവാതെ ജോലി നഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എറേഴ്സ് അധികം വരാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യണം ടയർ 2 എക്സാമിൽ. ടയർ 1 നോക്കണം. ഇതാണ് ടയർ 2ന്റെ പാറ്റേൺ വരുന്നത്. മാത്സിന് 30 ചോദ്യമുണ്ട്, റീസണിങ്ങിനും 30 ചോദ്യമുണ്ട്. രണ്ടിനും 30 മിനിറ്റും കിട്ടും. ടയർ 2 കുറച്ച് ടൈം എക്സ്ട്രാ കിട്ടും. കുറച്ചുകൂടി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസും ആയിരിക്കും. മാക്സിമം മാർക്സ് 180 ആണ്. 30 60 ക്വസ്റ്റ്യൻസിന് 3 മാർക്ക് വീതം 180 മാർക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ സെക്ഷൻ 2 ഇംഗ്ലീഷിന് ടയർ 2 നല്ല വെയിറ്റേജ് ഉണ്ട്. 45 ചോദ്യങ്ങൾ, അതായത് ഏറ്റവും കൂടുതൽ മാർക്സിന് ചോദ്യം വരുന്നത് ഇംഗ്ലീഷിൽ നിന്നാണ്. 45 ചോദ്യങ്ങൾ വരുന്നുണ്ട്. ജി കെയിൽ 25 ചോദ്യങ്ങളാണ് വരുന്നത്. അങ്ങനെ 210 മാർക്കിലാണ് സെക്ഷൻ 2 വരുന്നത്. ഇതാണ് മെയിൻ ആയി. പിന്നെ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ടയർ 2 പഠിക്കേണ്ടതുണ്ട്. ഒരു 20 ചോദ്യം ഉണ്ടാവും 60 മാർക്കിൽ. അതിൽ തന്നെ ഒരു 24 മാർക്കൊക്കെ മതി ക്വാളിഫൈ ആവാൻ. ഇതിന് കട്ട് ഓഫും കാര്യങ്ങളൊന്നും പരിഗണിക്കുന്നില്ല. ഇത് ക്വാളിഫൈങ് ആവാൻ ഒരു മാർക്ക് ഉണ്ടാവും, അത് കടന്നാൽ മാത്രം മതി. വലിയൊരു ടാസ്ക് അല്ല കമ്പ്യൂട്ടർ നോളജും പിന്നെ ടൈപ്പിങ്ങും വലിയൊരു ടാസ്ക് അല്ല. പിന്നെ സ്റ്റാറ്റിന്റെ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് സ്റ്റാറ്റിയുടെ ഒരു പേപ്പർ അറ്റൻഡ് ചെയ്യാനുണ്ട്. 100 ചോദ്യങ്ങളാണ് ഉണ്ടാകുക, 200 മാർക്കാണ് ഉണ്ടാകുക. അത് സ്റ്റാറ്റി പഠിച്ചവർക്ക് മാത്രം, അല്ലെങ്കിൽ +2 മാത്സിൽ 60% ഉള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഈ JSO പോസ്റ്റുകൾക്ക്, ഈ സ്റ്റാറ്റിന്റെ പോസ്റ്റുകൾക്ക് ടയർ 1 കുറച്ചുകൂടി ഹൈ കട്ട് ഓഫ്. അപ്പൊ ആ കട്ട് ഓഫ് കടന്നവർ മാത്രം ഈ ഒരു സ്റ്റാറ്റിന്റെ പേപ്പർ എഴുതിയാൽ മതി. അപ്പൊ ഇതാണ് ടയർ 1ന്റെയും ടയർ 2ന്റെയും ഒക്കെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് എക്സാം പാറ്റേൺ പഠിച്ചു, കണ്ടു. വേറെന്താ ഇപ്പൊ പറയുന്നത്? ഈ വർഷത്തെ CGL എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ആക്ച്വലി വന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി. 9-ാം തീയതി വന്നതാണ്, ജൂൺ 9-ന് വന്നതാണ്. ജൂലൈ 4 വരെ അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉണ്ട്. അപ്പോ ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുന്ന ആൾക്കാർക്കും ഇത് എഴുതാൻ പറ്റും, അതുപോലെ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്കും എഴുതാൻ പറ്റും. അപ്പോ 4-ാം തീയതി വരെയാണ് ടൈം ഉള്ളത്. SSC.gov എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. SSCയുടെ സൈറ്റ് ആണ് SSC.gov എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ കയറിയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് CGLന് അപ്ലൈ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഡേറ്റ് 4-ാം തീയതിയാണ്, മറക്കണ്ട. അതുപോലെ തന്നെ എക്സാം വരുന്നത്, ഇപ്രാവശ്യത്തെ ടയർ 1 എക്സാം വരുന്നത് 13 ഓഗസ്റ്റ് മുതൽ 30 ഓഗസ്റ്റ് വരെയാണ്. അതായത് അതിന്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നിങ്ങൾക്ക് എക്സാം ഡേറ്റ് കിട്ടുന്നത്. ഇത് വലിയൊരു ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആണ്. അപ്പം ലക്ഷങ്ങൾ അപ്ലൈ ചെയ്യുന്ന എക്സാം ആണ്. കഴിഞ്ഞ വർഷം ഞാൻ പേടിപ്പിക്കല്ല, ഇതൊരു എന്താ പറയാ അവബോധം, എന്താ പറയാ ബോധവൽക്കരണം, എന്താ പറയാ എന്ത് ക്ലാസ് ആണ് ഇത്, അവബോധം തരുന്ന ക്ലാസ് ആണ്. പക്ഷെ തുടക്കത്തിൽ തന്നെ പേടിപ്പിക്കല്ല. 35 ലക്ഷം ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ 18 ലക്ഷം ആൾക്കാരെ എഴുതിയിട്ടുള്ളൂ. അപ്പൊ ഈ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ മൊത്തം വന്ന് എക്സാം എഴുതൂല. എവിടെയെങ്കിലും സെന്റർ കിട്ടിയിട്ടുണ്ടാവും, അപ്പൊ എഴുതൂല, അല്ലെ വേറെ കാരണങ്ങൾ കൊണ്ട് എഴുതൂല. അപ്പൊ നേരെ പകുതി ആൾക്കാരെ ഇത് എഴുതിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് എഴുതുന്ന ആൾക്കാർ മൊത്തം പഠിച്ച് എഴുതുന്ന ആൾക്കാരല്ല. ഇതിലൊരു 10 ലക്ഷവും പഠിക്കാതെ വെറുതെ എഴുതുന്ന ആൾക്കാരെ. അപ്പം അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണമൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഹൈ കോമ്പറ്റീഷൻ തന്നെയാണ്. എന്നാലും അത്ര പെരുപ്പില്ല. അതായത് അത്ര ആൾക്കാർ പഠിച്ചിട്ട് എഴുതുന്നില്ല. ആക്ച്വലി പഠിച്ചെഴുതുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്ലൈ ചെയ്യുന്ന ആ ഒരു എണ്ണത്തിന് അപേക്ഷിച്ച് പഠിച്ചെഴുതുന്ന ആൾക്കാർ കുറവായിരിക്കും. അതായത് 4-5 ലക്ഷം ആൾക്കാർ, 5-6 ലക്ഷം ആൾക്കാരൊക്കെ ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവും. അതിൽ തന്നെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം അതിലും കുറവായിരിക്കും. അപ്പോ
നന്നായി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടാത്തൊരു സംഭവമല്ല SSC എക്സാം എന്ന് പറയുന്നത്. പിന്നുള്ളത് ടയർ 2 എക്സാമിന്റെ ടൈം വരുന്നത് ഡിസംബറിലാണ്. പിന്നെ പറയാനുള്ളത് മോസ്റ്റ് അട്രാക്റ്റീവ് തിങ് എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യത്തെ വാക്കൻസീസിന്റെ നമ്പറാണ് 14,582 വാക്കൻസിയാണ് ഈ വർഷം SSC CGL റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതിലും ഒരു 3000 എക്സ്ട്രാ ഉണ്ടായിരുന്നു, 17,000 സംതിങ് ഉണ്ടായിരുന്നു. ഈ വർഷം ഇത്രയും വാക്കൻസി ആരും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യത്തെ CGL ഓഫീസ് സൂപ്പറിൻറ്റൻഡന്റ് എന്ന് പറഞ്ഞ പുതിയൊരു പോസ്റ്റ് ആയി, അങ്ങനെ വാക്കൻസി കൂടി. അപ്പോ നല്ല പ്രതീക്ഷയുണ്ട്. ഈ ഒരു റീസെന്റ് ഇയേഴ്സിൽ നല്ല വാക്കൻസി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എന്ന് പറയുന്നത്. വാക്കൻസി കൂടുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. പഠിച്ചാൽ കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ മൊത്തത്തിൽ ഒരു ലാസ്റ്റ് 5 to 6 ഇയേഴ്സിന്റെ ഒരു വാക്കൻസീസ് ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചുതരാം. 2020 7,035 വാക്കൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 2021 7,621. 2022 37,450 വാക്കൻസീസ് വന്നിട്ടുണ്ടായിരുന്നു. അതെന്താ പെട്ടെന്നൊരു ഹൈക്ക് എന്ന് ചോദിച്ചാൽ കോവിഡ് ടൈം ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഡിലേ ഒക്കെ ആയി വന്ന ഒരു എക്സാം ആയിരുന്നു 2022 എന്ന് പറയുന്നത്. അപ്പം നല്ല വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തു. അത്രയും ആൾക്കാർക്ക് ജോലി കിട്ടി. എഴുതിയ ഏകദേശം ആൾക്കാർക്കും എഴുതി ഒന്ന് ജസ്റ്റ് പ്രിപ്പയർ ആക്കി എഴുതിയവർക്കൊക്കെ ആ പ്രാവശ്യം ജോലി കിട്ടിയിട്ടുണ്ട്. 23 പക്ഷേ വാക്കൻസി കുറഞ്ഞു, 8,415. 24 17,000 ഉണ്ടായിരുന്നു. 25 ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 14,582 വാക്കൻസീസ് ആണ്. സോ ഹൈ ചാൻസ് ആണ്. അടുത്ത വർഷവും നല്ല വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്യും. കാരണം 24 ഇത്രയും വാക്കൻസി ഉണ്ടാവാൻ കാരണം ഈ പോസ്റ്റൽ അസിസ്റ്റന്റിനൊക്കെ നല്ല വാക്കൻസി ഉണ്ടായിരുന്നു. 25 പോസ്റ്റൽ അസിസ്റ്റന്റിന്റെ വാക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ വർഷത്തെ വാക്കൻസി കൂടി അടുത്ത വർഷത്തേക്ക് വരും. അപ്പൊ 26 നല്ല വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നല്ല വാക്കൻസീസ് ആണ് വരുന്നത്. നമ്മുടെ കേരള PSC ഒക്കെ പോലെ 1, 2, 10 വാക്കൻസികളൊന്നും അല്ല. അപ്പം നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിനു വേണ്ടി പഠിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഇതിനു വേണ്ടി 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും +2 കഴിഞ്ഞിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും. നമ്മൾ കേരളത്തില് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ കുട്ടികളോട് SSC എന്താന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. അപ്പൊ അതാണ് അറിയില്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ് നമ്മള് റിസൾട്ട് ലിസ്റ്റില് കേരളത്തിലുള്ള ആൾക്കാർ കുറയാനും കാരണം. അപ്പോ നിങ്ങളൊക്കെ ഇപ്പൊ ഇതിനെ പറ്റി അറിയും. അപ്പൊ കൂടുതൽ അന്വേഷിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്നു തോന്നുകയാണെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. പോസ്റ്റ് ഒക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. നല്ല ഗ്ലാമറസ് പോസ്റ്റുകളാണ്, നല്ല അടിപൊളി പോസ്റ്റുകളാണ്. ജോലി കയറിയാൽ പിന്നെ ഒന്നും നോക്കണ്ട. എന്താ പറയാ സൊസൈറ്റിയിൽ നമ്മളെ സമൂഹത്തിലാണെങ്കിലും എല്ലാവരുടെയും കൊടുക്കാത്ത വിലയും കാര്യങ്ങളാണ്. നല്ല സാലറിയും കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. വെറുതെ ഒന്ന് എക്സാം എഴുതി നോക്കുക. എക്സാം എഴുതി തോക്കുകയാണെങ്കിൽ ഒന്ന് പഠിച്ച് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നന്നായി ഒന്ന് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് ഒരു വട്ടം കൂടി പിന്നെയും ഒന്ന് എഴുതി നോക്കാം. പിന്നെ ഉള്ളത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനെ പറ്റി ചെറിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ CHSL എക്സാം ആണ്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ടയർ 1 എക്സാം CGLന്റെ അതേ പാറ്റേൺ ആണ്, സെയിം സിലബസ് ആണ്. പിന്നെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി CHSL എക്സാം അപ്ലൈ ചെയ്യാൻ മിനിഞ്ഞാന്നാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോ 23-ാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ജൂലൈ 18 വരെ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. +2 ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊരാൾക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. സയൻസ് എടുക്കണം, ഹ്യൂമാനിറ്റീസ് എടുക്കണം എന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ +2 പാസ്സായാൽ മതി CHSL എക്സാമിന്. അപ്പോൾ മറക്കാതെ ഇതിനും അപ്ലൈ ചെയ്യുക. 2 എക്സാമിനും അപ്ലൈ ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ 2 എക്സാമിനും എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എഴുതി ഇഷ്ടമാണെങ്കിൽ ഓക്കെ ആണെങ്കിൽ പ്രിപ്പയർ ചെയ്ത് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് എക്സാം എഴുതാം. ഞാൻ പറഞ്ഞ പോലെ നല്ല അടിപൊളി പോസ്റ്റുകളാണ് ഇതിന്റെ അണ്ടറിൽ വരുന്നത്. ഏതൊക്കെ പോസ്റ്റുകളാണ് CHSL വരുന്നതെന്ന് വെച്ചാൽ ലോവർ ഡിവിഷൻ ക്ലർക്ക്, LDC പോസ്റ്റും പിന്നെ DEO ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റുമാണ് വരുന്നത്. ഈ പ്രാവശ്യം വാക്കൻസി 3,131 CHSL സാധാരണ CGLന്റെ അത്ര വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. കാരണം അധികം പോസ്റ്റുകളൊന്നുമില്ല. ഈ 2 പോസ്റ്റും പിന്നെ ഏതോ ഒരു പോസ്റ്റ് കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക് 2 or 3 പോസ്റ്റുകളിലേക്കാണ്. അതുകൊണ്ട് CGLന്റെ അത്ര വാക്കൻസീസ് CHSL റിപ്പോർട്ട് ചെയ്യാറില്ല. 3,000 സംതിങ് തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു വാക്കൻസി വന്നത്. അപ്പൊ ഈ ഒരു റേഞ്ചിലാണ് സാധാരണ വാക്കൻസീസ് വരാറുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് SSCയുടെ മെയിൻ ആയിട്ടുള്ള 2 എക്സാംസ്. ബാക്കി
മൾട്ടി ടാസ്കിങ് എക്സാമും SSC JEയും CPO ഒക്കെ ഉണ്ട്. ഏകദേശം എല്ലാത്തിന്റെയും പാറ്റേൺ സെയിം ആണ്, സിലബസ് ഒക്കെ സെയിം ആണ്. JEയിലൊക്കെ കുറച്ച് എഞ്ചിനീയറിംഗ് ടൈപ്പ് BTech സബ്ജക്ട്സ് വരുമായിരിക്കും. ബാക്കിയൊക്കെ സിലബസ് സെയിം ആണ്. പാറ്റേണിൽ ചെറിയ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ, കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെയാണ് മിസ് ഇപ്പൊ പറഞ്ഞു ഒരു ഏകദേശം ഒരു ഇയർ എടുത്തിട്ടാണ് നിങ്ങൾ അതിന് പ്രിപ്പയർ ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പം എന്തൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചത്? പിന്നെ ഏതെങ്കിലും ഇപ്പൊ പെയ്ഡ് ആയിട്ടുള്ള കോഴ്സസ് എടുത്തിരുന്നോ? ഓക്കെ പറയാം. ഞാൻ 23-ല് ഡിഗ്രി പാസ് ഔട്ട് ചെയ്തതിന് ശേഷം ജൂലൈയിൽ ഞാൻ നേരെ കോഴിക്കോട്, ഞാൻ ഇവിടെ കോഴിക്കോടാണ് ഗ്രൂപ്പ് വരുന്നത്, കോഴിക്കോട് കുറച്ച് അങ്ങോട്ട് നാദാപുരാണ്. അപ്പൊ ഇവിടെ കോഴിക്കോടേക്ക് വന്ന് ഇവിടെ ഇപ്പൊ കുറെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വന്നിട്ടുണ്ട്. കോഴിക്കോട് ഒരു 3-4 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഓഫ്ലൈൻ കോച്ചിങ്ങും ഓൺലൈൻ കോച്ചിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു കോച്ചിങ് ഞാനിവിടെ 6 മാസത്തെ ഒരു ബേസിക് കോഴ്സ് എടുത്തു. അതിനുശേഷം സെൽഫ് സ്റ്റഡി ആയിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ ഇരുന്ന് മൊത്തം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഏകദേശം പഠിത്തം തുടങ്ങിയ മുതൽ ടയർ 2 എക്സാം കഴിയുന്നത് വരെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1.5 വർഷത്തോളം എടുത്തിട്ടുണ്ട്. ഓൺലൈൻ കോച്ചിങ് മാത്സിന് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ കോച്ചിങ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം കോഴിക്കോട് 3-4 ടീംമേറ്റ്സ് അക്കാഡമി, ക്യൂബിറ്റ് അക്കാഡമി, SSC മലയാളി എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അഭിപ്രായം ആരോടെങ്കിലും ചോദിച്ചിട്ട് ഒന്ന് അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 6 മാസത്തെ ബേസിക് കോഴ്സിന് ചേരാൻ പറ്റും. അതിൽ എല്ലാ സിലബസും ഒന്ന് കവർ ചെയ്യും. ബാക്കി സെൽഫ് സ്റ്റഡി എന്തായാലും നമ്മൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും നമ്മളെ എക്സാം ക്രാക്ക് ചെയ്യുന്ന ആ ഒരു തരത്തിലേക്ക് എത്തിക്കില്ല. ഒരു 30 to 40% ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 60% നമ്മൾ തന്നെ സെൽഫ് പ്രിപ്പറേഷനിലൂടെ ചെയ്യണം. പിന്നെ ഓൺലൈൻ ആയിട്ട് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ ഈ കോച്ചിങ്ങിലേക്ക് സീരിയസ് ആയിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ സോഴ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ വരും. ഇപ്പോ ഓഫ്ലൈൻ കോച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ കുറെ സോഴ്സുകൾ നിങ്ങൾക്ക് കിട്ടും. കുറെ ടെലഗ്രാം ചാനൽസ് നമുക്ക് അവൈലബിൾ ആണ്. യൂട്യൂബിൽ നിങ്ങൾ SSC CGL എക്സാമിനേഷൻ അടിച്ചാൽ ഇഷ്ടംമാതിരി യൂട്യൂബ് ചാനൽസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പഠിച്ചത്. 6 മാസത്തെ കോഴ്സ് എടുത്തിരുന്നു. ഓഫ്ലൈൻ കോച്ചിങ് നല്ലതാണ്. ഇനിയിപ്പോ നിങ്ങൾ കുറെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്ത ഒരാളാണ്, എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കോച്ചിങ് എടുക്കാണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയെന്ന് വരാം. എന്തായാലും ഇതുവരെ ഒന്നും പ്രിപ്പയർ ചെയ്യാത്ത ഫ്രഷർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു സിലബസ് ഒക്കെ കറക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഏതെങ്കിലും ഒരു കോച്ചിങ് എടുക്കാൻ എന്തായാലും പ്രിഫർ ചെയ്യും. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? MTSന്റെ എക്സാം ഈ വർഷം വിളിച്ചു കഴിഞ്ഞു. അതിനെങ്ങനെയാണ് സിലബസ് ഒക്കെ? MTSന്റെ എക്സാം ഇപ്രാവശ്യം വിളിച്ചിട്ടില്ല. അത് എനിക്കൊന്നു ഒരു 2 മാസത്തിനുള്ളിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. അതിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് CGL നിന്നും കുറച്ച് ഡിഫറെന്റ് ആണ്. അതായത് സിലബസ് ഒക്കെ സെയിം ആണ്, പക്ഷെ മാത്സും റീസണിങ്ങും ജസ്റ്റ് ക്വാളിഫയിങ് ടൈപ്പ് ആണ്. അതിന്റെ മാർക്സ് നമ്മുടെ റാങ്ക് പരിഗണിക്കുമ്പോൾ അതിന്റെ മാർക്സ് കൂട്ടില്ല. എത്ര 20%, 25% എങ്ങാനും സ്കോർ ഉണ്ടായാൽ മതി, ക്വാളിഫൈ ആയിക്കോളും. GKന്റെയും ഇംഗ്ലീഷിന്റെയും മാർക്കാണ് നോക്കുന്നത് മെയിൻ ആയിട്ട്. അപ്പൊ GKയും ഇംഗ്ലീഷും കുറച്ച് ഡീപ്പായിട്ട് പഠിക്കേണ്ടി വരും. GKയും ഇംഗ്ലീഷും ഒക്കെ ആയ ആളാണെങ്കിൽ MTS കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതില് പ്രൊമോഷൻ സാധ്യത ഉണ്ട് ഇതിന്? പ്രൊമോഷൻ സാധ്യത പറയുകയാണെങ്കിൽ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും. എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളിപ്പോ ഡിഗ്രി ക്വാളിഫൈഡ് ആയ ആളാണ് അല്ലെങ്കിൽ +2 കഴിഞ്ഞ ആളാണെങ്കിൽ നിങ്ങൾ MTSന്റെ എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. കാരണം അത്രയും അടിപൊളി പോസ്റ്റുകൾ സാലറി വൈസ് ആണെങ്കിലും ഏതൊരു കാര്യങ്ങൾ നോക്കുമ്പോഴും അതിനേക്കാളും എത്രയോ ബെറ്റർ ആയിട്ടുള്ള പോസ്റ്റുകളാണ്. ഈ MTS പോസ്റ്റുകളിലുള്ള എല്ലാ ആൾക്കാരും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ പോസ്റ്റ് എന്താ പറയാ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നെക്സ്റ്റ് എക്സാംസിനേക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങളിപ്പോ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഫോർ എക്സാമ്പിൾ GSTയുടെ കസ്റ്റംസിലുള്ളതെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല കുറെ ഇയേഴ്സ് എടുക്കും. കാരണം നമുക്കിപ്പം പ്രൊമോഷൻ എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്. പ്രൊമോഷൻ ആയാൽ തന്നെ ഇപ്പം MTS പോസ്റ്റുകളാണെങ്കിൽ നേരെ നിങ്ങൾ പ്രൊമോട്ടഡ് ആയ LDC പോസ്റ്റിലേക്കാണ്. LDC പോസ്റ്റിൽ നിന്നാണ് നിങ്ങൾ വീണ്ടും പ്രൊമോട്ടഡ് ആയിട്ട് ടാക്സ് അസിസ്റ്റന്റ് ആയിട്ട്. അതായത്
ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൽ നേരെ കയറാൻ പറ്റുന്ന പോസ്റ്റുകളിലേക്ക് നിങ്ങൾ ഇങ്ങനെ 5ഉം 10ഉം വർഷങ്ങൾ എടുത്തിട്ട് പ്രൊമോട്ട് ആവും. ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ചിരിക്കും. ചില ഡിപ്പാർട്ട്മെന്റ് 3 വർഷത്തിൽ പ്രൊമോട്ടഡ് ആവാൻ പറ്റും, ചില ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ അതിലും ടൈം എടുക്കും. അത് നമുക്ക് ഇപ്പം കറക്റ്റ് പറയാൻ പറ്റില്ല. ഇതാണ് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഹലോ 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 ഫൈനൽ ഇയർ BSc സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റുഡന്റാണ്. ഹലോ അപ്പൊ ഈ വർഷം JSOന് വേണ്ടി അപ്ലൈ ചെയ്യാമോ? ഫൈനൽ ഇയർ ഈ വർഷം അപ്ലൈ ചെയ്യാൻ പറ്റും. ഫൈനൽ ഇയർ അപ്ലൈ ചെയ്യാൻ പറ്റും. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് ഏത് ഡേറ്റിനേക്ക് ഫൈനൽ ഇയർ എന്ന് പറയുമ്പോൾ ഇപ്പം ഡിഗ്രി കഴിഞ്ഞ ആളാണോ അല്ലെങ്കിൽ ഇനി ഇപ്പൊ ഫൈനൽ ഇയറിൽ കയറിയ ആളായിരിക്കും അല്ലേ? ഇപ്പൊ ഫൈനൽ ഇയറിൽ കയറിയാണ്. ഇപ്പൊ ജൂണിൽ ഫൈനൽ ഇയറിൽ കയറിയ ആൾക്കാരാണെങ്കിൽ എക്സാം എഴുതാൻ പറ്റും. പക്ഷെ അഥവാ സെലക്ടഡ് ആകുകയാണെങ്കിൽ നിങ്ങളെ പുറത്താക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതില് ക്വാളിഫിക്കേഷൻസിൽ പറയുന്നുണ്ട് ഏത് ഡേറ്റിനേക്കാണ് ഗ്രാജുവേഷൻ കഴിയേണ്ടത്. ഇതാ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആസ് ഓൺ 1/8/2025 എന്ന് പറയുന്നത്. അപ്പം 2025 8 എന്ന് പറയുമ്പോൾ ഏതാ മാസം? ഓഗസ്റ്റ് അല്ലേ? ഓഗസ്റ്റ് 1 നമ്മൾ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇപ്രാവശ്യം നിങ്ങൾക്ക് എഴുതാൻ പറ്റും എക്സാം. അപ്പിയറിംഗ് എന്ന് പറഞ്ഞ എക്സാം വെറുതെ എഴുതാൻ പറ്റും. എക്സാം ക്വാളിഫൈ ആവുകയാണെങ്കിൽ മാത്രമല്ലേ ആ ഒരു പ്രശ്നമുള്ളൂ. ഇതിപ്പോ 2 മാസം കൊണ്ടൊന്നും നമുക്ക് പ്രിപ്പയർ ചെയ്ത് ഹൈ ലെവലിൽ എത്താൻ പറ്റില്ല. നിങ്ങൾ മുന്നേ പഠിച്ചു തുടങ്ങിയ ആളാണെങ്കിൽ തീർച്ചയായും പറ്റും. അപ്പൊ ഇപ്രാവശ്യം നിങ്ങൾക്ക് വെറുതെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി എഴുതി നോക്കാൻ പറ്റും എങ്ങനെയാണ് എക്സാം എന്ന് അറിയാൻ വേണ്ടി. നമുക്ക് CGL ഒരു പ്രശ്നമില്ല. നമ്മൾ ഏജ് ഓവർ ആവുന്നത് വരെ നമുക്ക് എഴുതാൻ പറ്റും. OBC കാൻഡിഡേറ്റ്സിന് 33 വയസ്സ് വരെ എനിക്ക് തോന്നുന്നു എഴുതാൻ പറ്റും. ജനറൽ ആണെങ്കിൽ 30 തോന്നുന്നു. അത് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ചു. ഏകദേശം ഒരു 30-33 വയസ്സ് വരെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അറ്റംപ്റ്റ്സ് ഇതിലൊരു പ്രശ്നമല്ല. എത്ര ഏജ് ആവണം? എഴുതാൻ എത്ര ഏജ് ആവണം? എഴുതാൻ 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. ഈ SSC CGL ഹലോ പറഞ്ഞോളൂ. SSC CGL കേരളത്തിൽ പോസ്റ്റിംഗ് ഉണ്ടാവോ? കേരളത്തിൽ പോസ്റ്റിംഗ് ഉണ്ടാവും. ഞാനിപ്പോ SSC CGL ആണ് ക്രാക്ക് ആയത്. ഞാനിപ്പോ കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്. കോഴിക്കോട് കുറെ ഓഫീസുകളുണ്ട്. GST ഓഫീസ് ഉണ്ട്, മാനാഞ്ചിറ തന്നെ. അതുപോലെ ഇൻകം ടാക്സ് ഓഫീസ് ഉണ്ട്, പോസ്റ്റൽ ഓഫീസിന്റെ ഒരു ഹെഡ് ഓഫീസ് ഉണ്ട് അവിടെ. കേരളത്തിൽ പോസ്റ്റിംഗ് ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷെ നമ്മൾ കൊടുക്കുന്ന പോസ്റ്റിന് നമ്മൾ നോക്കും. നമ്മൾ ഏത് പോസ്റ്റാണോ നമ്മളിങ്ങനെ പ്രിഫറൻസ് കൊടുക്കുന്നത് അതിന് നമ്മൾ വാക്കൻസി കേരളത്തിൽ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. നമുക്ക് ഇവിടെ കിട്ടണം എന്ന് 100% ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളെ റാങ്കും നമ്മുടെ മാർക്കും നമ്മൾ കൊടുക്കുന്ന പോസ്റ്റും ഒക്കെ അനുസരിച്ചിരിക്കും. പക്ഷെ നമുക്ക് നല്ല മാർക്ക് ഉണ്ട്, നല്ല റാങ്ക് ഉണ്ട്, നമ്മൾ കൊടുത്ത പോസ്റ്റിന് നല്ല വാക്കൻസീസ് ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ തീർച്ചയായും കിട്ടും. എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട് CGL പ്രിപ്പയർ ചെയ്യുന്നതും ഒക്കെ ആയിട്ട്. അപ്പൊ പ്രിപ്പയർ ചെയ്ത് കിട്ടിയതിൽ വെച്ച് ഏകദേശം ആൾക്കാർക്കും കേരളത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊടുത്തിട്ട പോസ്റ്റിൽ ഇപ്പോ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആണ് ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തതെന്ന് വിചാരിക്കാം. അതിനിപ്പോ കേരളത്തിൽ 30 വാക്കൻസി ഉണ്ട് എന്ന് വിചാരിക്കാം. പക്ഷെ എന്റെ മുന്നിൽ റാങ്കുള്ള 30 ആൾക്കാർ അതിന് അപ്ലൈ ചെയ്ത് പോയി ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ചെന്നൈയിലേക്ക് തട്ടും, തമിഴ്നാട്ടിലേക്ക് തട്ടും. അല്ലെങ്കിൽ നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഇതിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും കേരളത്തിൽ തന്നെ കിട്ടാറുണ്ട്. പുറത്തു പോകുന്ന ആൾക്കാർ കുറവാണ്. പുറത്തു പോയാലും അവർ പിന്നെയും എക്സാം എഴുതി കേരളത്തിലേക്ക് തന്നെ വരാറുണ്ട്. മാം, സെലക്ഷൻ പോസ്റ്റ് CGL തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറയാവോ? ഒരു പ്രാവശ്യം കൂടി പറയാവോ? സെലക്ഷൻ പോസ്റ്റും CGL തമ്മിലുള്ള ഡിഫറൻസ്. സെലക്ഷൻ പോസ്റ്റ് എക്സാമും അപ്ലൈ ഡേറ്റ് കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ അടുത്ത് SSC വിളിച്ചതാണ്. ഞാൻ കറക്റ്റ് നോക്കിയിട്ടില്ല. ആരെങ്കിലും ഒന്ന് സൈറ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. സെലക്ഷൻ പോസ്റ്റ് എക്സാം എന്ന് പറയുന്നത് അതും 10ാം ക്ലാസ്സും +2 ലെവലും ഡിഗ്രി ലെവലും ഒക്കെ ഉണ്ട്. അതായത് ഈ CGL, CHSL, MTS ഈ പോസ്റ്റ് ഇതിലൊന്നും ഉൾപ്പെടാത്ത കുറച്ച് സ്പെഷ്യൽ പോസ്റ്റുകളുണ്ട്.
അതാണ് ഈ സെലക്ഷൻ പോസ്റ്റ് എക്സാം എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇപ്പൊ ഈ സെലക്ഷൻ പോസ്റ്റ് എക്സാമിന്റെ പ്രത്യേകത അതിലുള്ള പോസ്റ്റുകളിലൊക്കെ കറക്റ്റ് ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാന്ന് ഒരു PDF അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, അതിലുണ്ടാവും. ചിലപ്പോ ഈ നമുക്ക് എല്ലാ പോസ്റ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റുകളിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ജസ്റ്റ് ഒരു ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് സെലക്ഷൻ പോസ്റ്റിൽ എല്ലാ പോസ്റ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിന് ചിലപ്പോൾ വേറെ വല്ല ഡിപ്ലോമയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പൊ നമ്മൾ കറക്റ്റ് ആദ്യം ആ ഒരു PDF നന്നായി വായിച്ചിട്ട്, ഇപ്പോ നിങ്ങൾ വെറും ഒരു ഗ്രാജുവേറ്റ് മാത്രമാണെങ്കിൽ, ഞാനൊരു മാത്സ് ഗ്രാജുവേറ്റ് ആണ്, അപ്പം മാത്സ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ എനി ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ മാത്തമാറ്റിക്സ് ഉള്ള പോസ്റ്റുകൾക്ക് മാത്രമേ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതുപോലെ വാക്കൻസീസിന്റെ എണ്ണം വളരെ കുറവായിരിക്കും. കേരളത്തിൽ ഇന്ന് വാക്കൻസീസിന്റെ എണ്ണം വളരെ കുറവായിരിക്കും. അത് ആ ഒരു ചാർട്ട് നല്ലോണം നോക്കി മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്താൽ മതി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്തിരുന്നു. ആകെ ഒരു വാക്കൻസി ഉള്ള ഒരു പോസ്റ്റിന് വേണ്ടിയാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രാജുവേഷൻ ലെവലിൽ. അപ്പോൾ അതുപോലെ വാക്കൻസീസ് കുറവായിരിക്കും ഓരോ പോസ്റ്റിനും നമ്മൾ സ്പെഷ്യൽ ആയിട്ട് അപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് സെലക്ഷൻ പോസ്റ്റ് വരുന്നത്. CGL നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. എക്സാം പാറ്റേൺ ഒക്കെ സെയിം ആണ്. അതുപോലെ 2 എക്സാംസ് ഇല്ല, Tier 1 മാത്രമേ ഉള്ളൂ സെലക്ഷൻ പോസ്റ്റിന്. അത് അതിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. പക്ഷെ മെയിൻലി ഡൽഹി ബേസ്ഡ് ഒക്കെ ആയിരിക്കും പോസ്റ്റിംഗ് ഒക്കെ വരുന്നത്. ഇല്ലെങ്കിൽ വേറെ പല സ്ഥലങ്ങളിലായിട്ടാണ്. കേരളത്തിൽ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോക്കിയപ്പം കേരളത്തില് ഉണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല, വളരെ കുറവായിരുന്നു എന്തായാലും. ഇപ്രാവശ്യം ഞാൻ നോക്കിയിട്ടില്ല. വാക്കൻസി ചാർട്ട് നിങ്ങൾക്ക് നോക്കിയാൽ അന്ന് മനസ്സിലാവും. ഈ മാഡം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ സെലക്ട് ആയോ? ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ പഠിച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് അറ്റംപ്റ്റിൽ സെലക്ട് ആയിട്ടുണ്ട്. ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ എന്താ എക്സാം എന്ന് അറിയാൻ വേണ്ടി ഒന്ന് പോയി എഴുതി നോക്കിയിരുന്നു. അപ്പൊ എനിക്ക് മാർക്കൊക്കെ വളരെ ലോ ആയിരുന്നു. 80 മാർക്ക് എങ്ങനെയായിരുന്നു കിട്ടിയത്, 200-ൽ 80 മാർക്കൊക്കെ ആയിരുന്നു കിട്ടിയത്. അപ്പം സെക്കൻഡ് പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് പഠിച്ചതിന് ശേഷം കോച്ചിങ്ങിനൊക്കെ പോയി 24-ലെ എക്സാം ആണ് പിന്നെ എഴുതിയത്. അതിൽ ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. വീട് എവിടെയാ പറഞ്ഞ മാഡത്തിന്? വീട് നാദാപുരം അടുത്താണ്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പം കേരളത്തില് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പൊസിഷൻ കിട്ടും എന്ന് പറഞ്ഞു, പോസ്റ്റ്. പിന്നീട് ഒരു വാക്കൻസി ഒക്കെ കാണുമ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ഓപ്ഷൻ അങ്ങനെ കിട്ടുമോ? അത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഓരോ ഡിപ്പാർട്ട്മെന്റ് പോലെ ഇരിക്കും. ഇപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് CBIC എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, ഇപ്പം ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂവിന്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകളിൽ, അതായത് ഓഫീസുകളിൽ GSTയിലും ഇൻകം ടാക്സിലും ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടുകയാണെങ്കിൽ കേരളത്തിന്റെ ഉള്ളിൽ മാത്രമേ നിങ്ങൾക്ക് ട്രാൻസ്ഫേഴ്സ് അലോ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ തമിഴ്നാട്ടിൽ കിട്ടുകയാണെങ്കിൽ ചെന്നൈ സോണാണ് തമിഴ്നാട് എന്ന് പറയുമ്പോൾ ചെന്നൈ സോണിന്റെ അണ്ടറിൽ മാത്രമേ നിങ്ങൾക്ക് ട്രാൻസ്ഫേഴ്സ് അലൗഡ് ആയിട്ടുള്ളൂ. അപ്പോ വേറെ ചില ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഇത് അലോ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. എന്നാൽ ഇപ്പൊ ഏകദേശം ഡിപ്പാർട്ട്മെന്റ്സിലും ഇത് അലോ ചെയ്യുന്നില്ല. പക്ഷെ അലോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ED ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എവിടെ വേണേലും കിട്ടാന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഉള്ള പോസ്റ്റുകളുണ്ട്. സാധാരണ ഇപ്പോ ഞങ്ങളുടെ പോസ്റ്റുകളിലൊക്കെ ഇപ്പം ഇൻകം ടാക്സ് ഇൻസ്പെക്ടറും GST ഇൻസ്പെക്ടർ, ടാക്സ് അസിസ്റ്റന്റ്, ആ പോസ്റ്റുകളിലൊക്കെ കിട്ടുന്ന ആൾക്കാരാകുമ്പോൾ അഥവാ പുറത്ത് കിട്ടാൻ മീൻസ് നമുക്ക് നോർത്തിലൊന്നും കിട്ടൂല. നോർത്തിലൊക്കെ ഹൈ കോമ്പറ്റീഷൻ ആണ്, അവിടെ നമുക്ക് അടുക്കാനേ പറ്റില്ല. കൂടിപ്പോയാൽ നമ്മളൊന്ന് ചെന്നൈയിലേക്ക് തട്ടും, അല്ലെങ്കിൽ ഹൈദരാബാദിലേക്ക് തട്ടും. അപ്പോ അവിടെ കിട്ടിയ ആൾക്കാർ സാധാരണ അടുത്ത വർഷം എക്സാം എഴുതി തിരിച്ചു വരാറാണ് പതിവ്. അങ്ങനെ അല്ലാത്ത പോസ്റ്റുകളും ഉണ്ട്, ട്രാൻസ്ഫർ അനുവദിക്കുന്ന പോസ്റ്റുകളും ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ട്. മാഡം, ഞാൻ ഫസ്റ്റ് ഇയർ ഡിഗ്രി സ്റ്റുഡന്റ് ആണ്. ഇപ്രാവശ്യം ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ ചേരാൻ പോവാണ്. അപ്പൊ ഹോണേഴ്സ് ഡിഗ്രി വേണോ ഈ എക്സാം എഴുതാൻ വേണ്ടിട്ട്? ഹോണേഴ്സ് ഡിഗ്രിയുടെ ആവശ്യമില്ല. 3 വർഷത്തെ ഡിഗ്രി മതി. ഇപ്പൊ 4 ഇയർ ആയതുകൊണ്ട് എനിക്കറിയില്ല, 3 വർഷം ചെയ്താലും മതിയല്ലോ. ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ, നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി. 3 വർഷത്തെ ഡിഗ്രി മതി. 3 ഇയേഴ്സ് ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് പറയുന്നത്. എന്താണ് ബിടെക് കഴിഞ്ഞവർക്കുള്ള എക്സാമിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ബിടെക് കഴിഞ്ഞ ആൾക്കാർക്ക് ഏത് എക്സാം വേണേലും എഴുതാം. SSC നടത്തുന്നത് അതിൽ JE എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്, ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബിടെക് അല്ലാത്തത് കൊണ്ട് ആക്ച്വലി ഞാൻ അതിനെ പറ്റി അധികം അങ്ങോട്ട് അന്വേഷിച്ചിട്ടില്ല.
നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ അടിച്ചാൽ എന്തായാലും കുറെ വീഡിയോസ് ഉണ്ടാവും. ഞാൻ അതിനെ പറ്റി ഇതുവരെ അന്വേഷിച്ചിട്ടില്ല, എനിക്കൊരു ആവശ്യം വന്നിട്ടില്ലല്ലോ. അപ്പോ ബിടെക്കില് നിങ്ങൾ പഠിച്ച സബ്ജക്ട്സ് ഉണ്ടാകും. അതുപോലെ ഇതിൽ പറയുന്ന ഈ റീസണിങ്ങും മാത്സും ജികെയും ഇംഗ്ലീഷും ഒക്കെ അതും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എനിക്കൊന്ന് ടയർ 2 ബിടെക് സബ്ജക്ട്സ് എന്ന് അറിയില്ല. സാധാരണ റെയിൽവേയുടെ എക്സാംസിനൊക്കെ അങ്ങനെയാണ്. ഇതിന് കറക്റ്റ് അറിയില്ല കേട്ടോ, അതിന് പറയാന് ഞാനത് അന്വേഷിച്ചിട്ടില്ല, അതാണ്. SSC എക്സാമുകൾക്ക് എവിടെയാണ് പിന്നെ കോച്ചിങ് കൊടുക്കുന്നത്? നല്ല ഇഫക്റ്റീവായ കോച്ചിങ് കൊടുക്കുന്നത് എവിടെയാണ്? SSC എക്സാംസിന് കോഴിക്കോട് കോച്ചിങ് ഉണ്ട്, അതുപോലെ എറണാകുളത്തും ട്രിവാൻഡ്രം എല്ലാം ഉണ്ട്. കോഴിക്കോടാണെങ്കിൽ ഇവിടെ കോഴിക്കോട് ടൗണിൽ തന്നെ KSRTCയുടെ അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, SSC മലയാളി എന്ന് പറയും ഇൻസ്റ്റിറ്റ്യൂട്ടിന്. കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. പിന്നെ ഫാത്തിമ ഹോസ്പിറ്റലിന്റെ റെസിഡൻഷ്യൽ ആണോ അതോ റെഗുലർ ബാച്ചുകൾ ഉണ്ടാവോ? അല്ല, റെസിഡൻഷ്യൽ ആയിട്ട് എവിടെയും ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല. എനിക്കൊന്നും പാലയിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് റെസിഡൻഷ്യൽ ആയിട്ട് 10 മാസത്തെ കോച്ചിങ് ഒക്കെ കൊടുക്കുന്നത്. ഇവിടെയൊക്കെ റെസിഡൻഷ്യൽ ആയിട്ടൊന്നും കൊടുക്കുന്നില്ല. നമുക്ക് വേണേൽ പുറത്ത് ഹോസ്റ്റലിൽ നിൽക്കാം. ഞാൻ പുറത്ത് ഹോസ്റ്റലിൽ നിന്നതാണ്. വീക്ക്ലി 3 days ആണ് ഇവിടെയൊക്കെ ക്ലാസ് വരുന്നത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ. വീക്ക്ലി 3 days ആയിട്ട്, ബാക്കി 4 days നമുക്ക് ഇരുന്ന് പഠിക്കാനുണ്ടാവും. പിന്നെ ഫാത്തിമ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ടീംമേറ്റ്സ് അക്കാഡമി എന്ന് പറയുന്ന ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. പിന്നെ ഇവിടെ നടക്കാവ് റോഡില് YMCA റോഡില് ക്യൂബിറ്റ് അക്കാഡമി എന്ന് പറയുന്ന ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നമ്മളത് അന്വേഷിച്ചിട്ട് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്താൽ മതി. മാം, ഈ കട്ട് ഓഫ് ഒക്കെ എങ്ങനെയാ വരല്ലേ? കട്ട് ഓഫ് എഴുതുന്ന ആൾക്കാരുടെ മാർക്കുകൾ പോലെ ഇരിക്കും. അതായത് സാധാരണ ഇപ്പൊ ടയർ 1 കട്ട് ഓഫ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യവും അതിന്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ വന്നത് 150 150യുടെ അടുത്താണ് കട്ട് ഓഫ് വരുന്നത്. അതിപ്പോ കോമ്പറ്റീഷൻ പോലെ ഇരിക്കും. എക്സാം ടഫ് ആവാണെങ്കിൽ കട്ട് ഓഫ് കുറയാൻ ചാൻസ് ഉണ്ട്. എക്സാം ഈസി ആവുന്നതിനനുസരിച്ച് കട്ട് ഓഫ് കൂടി പോകും. കാരണം എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുമല്ലോ എല്ലാ ക്വസ്റ്റ്യൻസും, ഏകദേശ ക്വസ്റ്റ്യൻസും. അപ്പോ അത് ഡിപ്പെൻസ് ആണ്, നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. എക്സാം ഈസി ആണെങ്കിൽ എന്തായാലും അടുത്ത പ്രാവശ്യവും ഒരു 150 to 160 ആ ഒരു റേഞ്ചിലേ വരുള്ളൂ. ടഫ് ആവുകയാണെങ്കിൽ ഒരു 140ന്റെ താഴെ പ്രതീക്ഷിച്ചാൽ മതി. ഹലോ, നമുക്ക് പ്രിഫറൻസ് എപ്പോഴാണ് കൊടുക്കാൻ പറ്റുക? അതായത് Tier 1 നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പാസ്സായിട്ടാണോ നമുക്ക് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റുക? പ്രിഫറൻസ് നമ്മൾ കൊടുക്കുന്നത് ആദ്യം നമ്മൾ ടയർ 1 എക്സാമിന് എന്താ പറയാ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് എക്സാം എഴുതി നമ്മൾ ക്വാളിഫൈ ആയതിനു ശേഷം മെയിൻസ് എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് പ്രിഫറൻസ് ഫോം സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്യും. ആ ഒരു ടൈമിൽ മാത്രമേ പ്രിഫറൻസ് കൊടുക്കേണ്ടൂ. അതിന് മുന്നേ നമ്മൾ അതിന്റെ കാര്യത്തിൽ ബോധേടാവണ്ട. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാറ്റിയുടെ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ടയർ 1 അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അവര് ആ ഒരു അപ്ലിക്കേഷൻ ഫോമിൽ ചോദിക്കുന്നുണ്ട്. അതായത് JSO പോസ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ടോ, അതിന് ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് പ്രത്യേകം ചോദിക്കുന്നുണ്ട്. അതല്ലാത്ത ബാക്കി പോസ്റ്റുകളുടെ പ്രിഫറൻസ് ഒക്കെ നമ്മൾ മെയിൻസ് കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, പറഞ്ഞോളൂ. SSC PGT-നെ കുറിച്ചൊന്ന് പറയോ? SSC PGT-യോ അങ്ങനെ ഒരു എക്സാം ഉണ്ടോ? മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആൾക്കാർക്ക്. മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് അങ്ങനെ ഒരു എക്സാം SSC കൊടുക്കുന്നില്ലല്ലോ, എന്റെ അറിവിലില്ല കേട്ടോ. ഈ ടീച്ചിങ് അങ്ങനെ എന്തോ കണ്ടിരുന്നോ? ടീച്ചിങ്ങിന്റെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാംസ് ഒന്നും നടത്തുന്നില്ല എന്നാണ് എനിക്കറിയാവുന്നത്. ഇനി SSC വേറെ വല്ല ഫുൾ ഫോംസ് ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ടീച്ചിങ് പോസ്റ്റിലേക്കൊന്നും ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നേവി, ആർമി അതുപോലത്തെ ഉള്ളതിലൊക്കെ ടീച്ചിങ് പോസ്റ്റുകൾ ഉണ്ട്. അതായിരിക്കും പിന്നെ ഉദ്ദേശിച്ചത് തോന്നുന്നു. നേവി, ആർമി അതുപോലെയുള്ള കമ്പൈൻ ഫോഴ്സസ് ഒക്കെ ഉണ്ടല്ലോ, അതിലേക്കൊക്കെ ടീച്ചിങ് പോസ്റ്റ് ഉണ്ട്. അത് TGT PGT ഒക്കെ ഉണ്ട്. അതുപോലെ സബ്ജക്ട് വൈസ് ആണ്. അത് നേവി ഫോഴ്സിലേക്ക് SSC അല്ല റിക്രൂട്ട് ചെയ്യുന്നത്. SSC ടീച്ചിങ് പോസ്റ്റുകൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നവോദയ, സെൻട്രൽ സ്കൂള് അതുപോലെയൊക്കെ അവിടേക്കൊക്കെ വരുന്ന ടീച്ചർ വേക്കൻസി ഉണ്ടല്ലോ, അതൊക്കെ TGT PGT എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ കാൾ ഫോർ ചെയ്യാറുള്ളത്.
അതൊക്കെ വേറെ തന്നെ എക്സാംസ് ആണ്, SSCന്റെ അണ്ടറിൽ വരുന്നതല്ല. അതിന് പിന്നെ CET ഒക്കെ പാസ്സാവണം. പിന്നെ നമ്മളെ കേട്ടറ്റ് പോലെയൊക്കെയുള്ള സെൻട്രൽ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ പാസ്സായ ആളുകൾക്കാണ് പിന്നെ സെൻട്രൽ പിന്നെ മേഖലയിലുള്ള ഇത്തരം ജോലികൾ കിട്ടുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അഖിൽ, ഇനി കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കണേ. ചോദിച്ചോളൂ. ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് ഒരു റിസൾട്ട് പെൻഡിംഗ് ഉള്ള ആൾക്കാർക്ക് ഇപ്പൊ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് എക്സാം രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ CGL? ആയിട്ട് എഴുതാൻ പറ്റും. അതിപ്പോ നമ്മള് പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഡിഗ്രിയുടെ പെർസെന്റേജ് നമ്മൾ കൊടുക്കാനുണ്ട് അവിടെ. അപ്പം പറ്റില്ലാത്ത തോന്നുന്നു. അല്ലെങ്കിൽ അപ്പിയറിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. SSCക്ക് CGL അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും പാസ്ഡ് ആണോ അതോ അപ്പിയറിംഗ് ആണോ എന്ന് ചോദിക്കും. ലാസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് അപ്പിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്പിയറിംഗ് കൊടുത്താൽ മേ ബി എഴുതാൻ പറ്റുമായിരിക്കും. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, താങ്ക് യു. മെസ്സേജിൽ GK ആൻഡ് മാത്സ് സ്ട്രാറ്റജി എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാള്. GK മാത്സ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യുന്ന ആളായിരിക്കാനാണ് ചാൻസ്. അപ്പൊ GK നമ്മള് പഠിക്കുന്നത്, ഞാൻ പഠിച്ചത് പിനാക്കിൾ എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. P. ഉള്ള ഒരു ബുക്കാണ് പിനാക്കിൾ എന്ന് പറയുന്ന ബുക്ക്. അപ്പോ ഒരു 4-5 വർഷത്തെ ലാസ്റ്റ് ഇയേഴ്സിലെ ഒരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും. അപ്പൊ അതിങ്ങനെ ഇരുന്ന് പഠിക്കുക, അതാണ് ഞാൻ ചെയ്തത്. പിന്നെ ഫാർമർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതില് ഇങ്ങനെ SSCയുടെ CGLൊക്കെ ക്ലാസ്സുകൾ ഉണ്ടാവും. ഹിന്ദി ചാനലാണ്. SSCക്ക് പഠിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദി കൂടെ പഠിക്കണം എന്നൊരു സംഭവമുണ്ട്. അതായത് നമുക്ക് മോസ്റ്റ് ക്ലാസ്സസ് യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ ഹിന്ദിയിലാണ്, ഡിഗ്രി ക്ലാസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സസ് ഒക്കെ കേട്ടങ്ങ് ശരിയായിക്കോളും. അപ്പൊ ഫാർമർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട് GK. അപ്പൊ അത് കുറെ കേട്ടിട്ടുണ്ട്. വർദ്ധിക്കുമ്പോഴൊക്കെ അത് കേൾക്കും. മലയാളത്തിലെ അക്കാഡമീസ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അതൊക്കെ GK അടിപൊളിയാണ്. പിന്നെ മാത്സ് ഇങ്ങനെ ആദ്യം ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോയപ്പം അവിടെ നിന്ന് അത്യാവശ്യം നോക്കിയിരുന്നു. പിന്നെ രാകേഷ് യാദവിന്റെ ഗൈഡ് ഉണ്ട്. ഗൈഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഫസ്റ്റ് ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല. നമുക്ക് പിനാക്കിൾ എന്ന് പറഞ്ഞ ഗൈഡ് ഉണ്ട്. പിന്നെന്താ രാകേഷ് യാദവ്, അങ്ങനെ കുറെ ഗൈഡുകൾ അവൈലബിൾ ആണ്. അപ്പം ഞാനതിങ്ങനെ ഇരുന്ന് സോൾവ് ചെയ്തിരുന്നു. കുറെ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് രാകേഷ് യാദവിന്റെ ഗൈഡ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സിലബസ് ഒന്ന് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. സിലബസ് നോട്ടിഫിക്കേഷൻ SSCയുടെ സൈറ്റിൽ കയറിയാൽ SSC CGL നോട്ടിഫിക്കേഷൻ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് സിലബസ് കിട്ടും. ഞാനൊന്ന് മേലോട്ടൊന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. GK റീസണിങ്ങും ഇംഗ്ലീഷ് ഒക്കെ ഉണ്ടായിരുന്നു. കറക്റ്റ് ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് അറിയണമെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അല്ലെ യൂട്യൂബിൽ SSC CGL സിലബസ് നടിച്ചാലും നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ഒരു ടൈം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ സ്ലൈഡിൽ ഉൾപ്പെടുത്താത്തത്. ഹലോ. ഓക്കെ, പറഞ്ഞോളൂ. ഇതില് കുറെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സിന്റെ കുറെ ഭാഗങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോ സാധാരണ ഇതില് ഒരു മാത്സിൽ വീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയാ, ഓൾമോസ്റ്റ് മുഴുവനും പഠിച്ചെടുക്കേണ്ടി വരുന്ന അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൊക്കെ അങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റുമോ മൊത്തത്തില്? അങ്ങനെ ഒരു മാത്സിനെ വീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും ഈ ഒരു പ്രോസസ് പഠിക്കുന്നത്? ഓക്കെ, അത് എൻ്റെ ഒരു അഭിപ്രായത്തില് പറയുകയാണെങ്കിൽ നമ്മള് ഓരോരുത്തരും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നമ്മൾ വീക്ക് ആയിരിക്കും. എല്ലാത്തിലും പ്രോ ആയ ആൾക്കാർ കുറവായിരിക്കും അല്ലെ. അപ്പം എന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഇംഗ്ലീഷിലും GKയിലും വീക്ക് ആയിരുന്നു. ഞാൻ മാത്സിലായിരുന്നു ഡിഗ്രി എടുത്തത്. അതുകൊണ്ട് മാത്സിലും റീസണിങ്ങിലും എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ നേരെ മറിച്ച് ബാക്കി 2 സബ്ജക്ട്സ് എനിക്ക് ടഫായിരുന്നു. എനിക്കൊന്നും അറിയില്ലായിരുന്നു. GK ഒന്നും അറിയില്ലായിരുന്നു. തീരെ ബേസിക്സ് ഇല്ലാത്ത ആളായിരുന്നു. അപ്പൊ ഞാനത് പഠിച്ചെടുത്തു. ഞാനത് PYQs നോക്കി, എവിടെ നോക്കിയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നോക്കി മാക്സിമം പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുത്തു. അതുപോലെ തന്നെ മാത്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മളിപ്പോ ഒരു കോച്ചിങ് തീരെ ബേസിക്സ്, അതായത് മാത്സ് പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ആദ്യം പോയിട്ട് ഒരു കോച്ചിങ് എടുക്കും. അവിടെ നിന്ന് ചെയ്യുന്നത് മാക്സിമം മനസ്സിലാക്കി ഒരു ദിവസം ഒരു 3 to 4 hours നമ്മൾ മാത്സിന് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യുക. ഡെയിലി 3 to 4 hours നമ്മൾ മാത്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യാന്ന് വിചാരിക്കുക. ഒരു
1 വർഷത്തോളം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാത്സിനെ തോൽപ്പിക്കാൻ പറ്റും. നമുക്ക് മാത്സ് വലിയൊരു പ്രശ്നമുള്ള, അധികം ഡീപ്പായിട്ട് ഡിഗ്രിക്ക് നമ്മൾ പഠിക്കുന്ന പോലെ അത്രയും ഡീപ്പായിട്ടൊന്നും നമുക്ക് പോകുന്നില്ല. കുറെ ട്രിക്സും കാര്യങ്ങളൊക്കെ വെച്ച് ചെറിയ ചെറിയ ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. കുറച്ചധികം പഠിക്കാനുണ്ട് മാത്സ്, കുറച്ചധികം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസം 3-4 മണിക്കൂർ വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമ്മൾ റെഡി ആണെങ്കിൽ ഓക്കെ. നമ്മൾ ഏത് വിഷയത്തിലാണോ വീക്ക് ആയിട്ടുള്ളത് ആ ഒരു നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മതി. പഠിച്ചിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. സബ്ജക്ട് മിനിമം ആണോ കിട്ടേണ്ടത്, അതോ ഓവറാൾ ആണോ നോക്കുക? എങ്ങനെയാണ് കട്ട് ഓഫ് നിശ്ചയിക്കുമ്പോൾ ഓരോ പിന്നെ ഏരിയക്ക് ഇത്ര മാർക്ക് മിനിമം അങ്ങനെ ഉണ്ടോ? ഇല്ല, നമ്മൾ 200 എല്ലാ വിഷയത്തിലും കൂടിയിട്ട് ഇപ്പൊ കട്ട് ഓഫ് ഇപ്രാവശ്യം വരുന്നത് ഒരു 150 ആണെങ്കിൽ 4 വിഷയത്തിലും കൂടി 150 കിട്ടിയാൽ മതി. ആ പേപ്പറിൽ കിട്ടിയാൽ മതി അല്ലെ? 200 മാർക്കിൽ ഇത്ര മാർക്ക് എന്ന് കിട്ടിയാൽ മതി, കട്ട് ഓഫ് കവർ ചെയ്താൽ മതി അല്ലെ? കട്ട് ഓഫ് കവർ ചെയ്താൽ മതി, അത് മതി. ഇംഗ്ലീഷ് വൊക്കാബ് എങ്ങനെയാ പ്രിപ്പയർ ആക്കിയതാണ് ചാപ്റ്റർ ചോദിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് വൊക്കാബ് പ്രിപ്പയർ ആക്കാൻ നല്ലൊരു വഴി എന്താന്ന് വെച്ചാൽ ബ്ലാക്ക് ബുക്ക് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. അതിവിടെ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. കോഴിക്കോട് ബസ് സ്റ്റാൻഡിന്റെ ഇപ്പുറത്തുള്ള ബുക്ക് സ്റ്റാൾസിലൊക്കെ അവൈലബിൾ ആണ്. ബ്ലാക്ക് ബുക്ക് എന്ന് പറഞ്ഞൊരു 300-350 രൂപ കിട്ടും. ആ ബുക്ക് ഇരുന്നങ്ങ് പഠിക്കുക. അവർക്ക് ഒരു ദിവസം ഒരു 30 വൊക്കാബ് പഠിക്കുമെന്ന് അങ്ങ് തീരുമാനിക്കുക. സ്റ്റാർട്ടിങ്ങിൽ ഒരു 20-30 നമ്മൾ പഠിക്കുക. അത് ഒരു ദിവസം ഇന്നിപ്പോ നമ്മൾ 30 വൊക്കാബ് പഠിച്ചാൽ നാളെ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ 30 വൊക്കാബ് വായിച്ചു നോക്കുക. അത് ഓക്കെ ആണെങ്കിൽ മാത്രം അടുത്ത 30 പഠിക്കുക. അങ്ങനെ വീക്കിലി ഒരു 5 days നിങ്ങൾ പഠിക്കുക, ബാക്കി 2 days നിങ്ങൾ റിവൈസ് ചെയ്യുക. അതാണ് നമ്മുടെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പഠിക്കുന്ന ആൾക്കാരോട് എല്ലാവരും പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് ശനി ഞായറും റിവൈസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞായറാഴ്ചയെങ്കിലും, അതായത് ഏതെങ്കിലും വീക്കിലി ഒരു ഡേ എങ്കിലും നമ്മൾ റിവൈസ് ചെയ്യാൻ എടുക്കണം. കാരണം നമ്മളിത് 1.5 കൊല്ലം പഠിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ആദ്യത്തെ ദിവസം പഠിച്ചൊന്നും ഞങ്ങൾക്ക് അവസാന ദിവസത്തെ ഓർമ്മ ഉണ്ടാവില്ല റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പൊ വീക്കിലി റിവൈസ് ചെയ്യുക. വൊക്കാബ് പഠിക്കാൻ റിവൈസ് ചെയ്യണം, ഇല്ലെങ്കിൽ മറന്നുപോകും. ഞാനിത് കുറെ മറന്നുപോയിരുന്നു, പിന്നെയും പഠിച്ചെടുത്തു. അങ്ങനെ പാഠം പഠിച്ചു, റിവൈസ് ചെയ്തില്ലേ ഓർമ്മ ഉണ്ടാവില്ല എന്ന് പഠിച്ചു. അങ്ങനെ പിന്നെ റിവൈസ് ചെയ്യാൻ തുടങ്ങി. ആ ബുക്കിന്റെ പേര് ഒന്ന് പിന്നെ പറയോ, സ്ക്രീൻ ഷെയർ ചെയ്യോ? ബ്ലാക്ക് ബുക്ക് എന്നാണ് ബുക്കിന്റെ പേര്. ഞാനിവിടെ ചാറ്റ് ചെയ്യാം. ബ്ലാക്ക് ബുക്ക് GK ഉണ്ട്, ഇംഗ്ലീഷിൻ്റെത് പറഞ്ഞു വാങ്ങിയാൽ മതി. ഒന്ന് ഇടപെട്ടോട്ടെ. നമ്മുടെ സമയം വളരെയധികം അതിക്രമിച്ചിട്ടുണ്ട്. ഏകദേശം 10:15 നമ്മള് നമ്മുടെ വെബിനാർ തുടങ്ങിയിട്ട് ഏകദേശം 1.25 മണിക്കൂറായി. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാനുള്ളൊരു സമയമായിട്ടുണ്ട്. ഇനി ഏതെങ്കിലും വളരെ പ്രധാനപ്പെട്ട 1-2 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് IQ കരിയറിന്റെ ഗ്രൂപ്പിൽ ചോദിക്കാം. അല്ലെങ്കിൽ IQ കരിയറിന്റെ ഗ്രൂപ്പ് അഡ്മിന്മാരെ നമ്പറിലേക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം. കേവലം SSC മാത്രമല്ല, ഏത് സബ്ജക്റ്റിനും കരിയറുമായി ബന്ധപ്പെട്ട ഏത് സബ്ജക്റ്റിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പോ ഇനി എന്തെങ്കിലും സംശയങ്ങൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംശയം കൂടി എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഓക്കെ, എന്തായാലും വളരെയധികം സന്തോഷം. നമ്മളിങ്ങനെ ഒരു SSC പ്രോഗ്രാം വെബിനാർ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു ഓറിയന്റേഷൻ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനൊക്കെ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഏതായാലും ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്തിട്ടുള്ള മാഡത്തിന്, ഫാത്തിമത്തുൽ മിസ്രിയ മാഡത്തിന് നന്ദി അറിയിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഒന്ന് ചേർക്കാനുള്ളത്, SSC JEയുമായിട്ടുള്ള ചോദ്യം ചോദിച്ചിരുന്നു. SSC JEന്റെ യോഗ്യത എന്ന് പറയുന്നത് ഡിപ്ലോമയാണ്. പല വിഷയത്തിനും എക്സാം ഉണ്ട്. JE എന്ന് പറയുന്നത് വിവിധ വിഷയങ്ങൾ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്കൽ തുടങ്ങി 10-15 വിഷയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം ഉണ്ട്. അപ്പോൾ അതിലേത് വേണമെങ്കിലും അതാത് യോഗ്യത ഉള്ള ഡിപ്ലോമക്കാർക്ക്, അതാണ് മിനിമം യോഗ്യത, BTech ഉള്ളവർക്കും അപേക്ഷിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ SSCയെ പോലെ തന്നെ മന്ത്രാലയങ്ങളിൽ, മിനിസ്ട്രികളിലൊക്കെയാണ് ജോലി കിട്ടുക. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ശമ്പളമൊക്കെ തന്നെയാണ് JEയിലും വരുന്നത്. ഓക്കെ, അപ്പോൾ BTechകാരൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഡിപ്ലോമക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനും പ്രിപ്പയർ ചെയ്യുക. അതിന്റെ ഒരു സുഖം എന്താന്ന് വെച്ചാൽ, അതിന് പ്രിപ്പയർ ചെയ്താൽ
റെയിൽവേ വിളിക്കാറുണ്ട്, RRB JE വിളിക്കാറുണ്ട്. അപ്പോൾ അതിനും നമുക്ക് അപ്ലൈ ചെയ്യാൻ കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കേരള PSC അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കും അതുപോലെ തന്നെ ഓവർസിയർ പോസ്റ്റിലേക്കൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു സുഖം, JEക്ക് പ്രിപ്പയർ ചെയ്താലുള്ള ഒരു സുഖം. അപ്പൊ അങ്ങനെ ഡിപ്ലോമക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിന് അപ്ലൈ ചെയ്യുക. ഏതായാലും നമ്മുടെ ഈ ഒരു വെബിനാർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും IQ കരിയറിന്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മാഡത്തിന് വളരെ മികച്ചൊരു ക്ലാസ് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മാഡത്തിനും IQ കരിയറിന്റെ നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ IQ കരിയറിൽ എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക? ആ ഗ്രൂപ്പിൽ നിങ്ങളില്ല, ഞാൻ ലിങ്ക് ഗ്രൂപ്പിലിടാം, മെസ്സേജിലിടാം. ഓക്കെ, അതിലൂടെ ജോയിൻ ചെയ്താൽ മതി. ഇവിടുന്ന് സ്ക്രീൻ ഷെയർ ചെയ്താൽ മതി ലിങ്ക്. ഇപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അവസാനമായിട്ട് എല്ലാവർക്കും കേട്ടുനിന്നതിന് താങ്ക് യു. ഞാൻ ആദ്യമായിട്ടാണ് SSCന് ഒരു വെബിനാർ ആയിട്ട് എടുക്കുന്നത്. മുന്നേ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നെങ്കിലും ഇതിന്റെ വെബിനാർ എന്ന നിലയിൽ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എന്നാലും എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ. Thank you so much.